ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നല്ല കോൺഫിഡൻസോടെ ഇരിക്കുക. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മെന്റാലിറ്റിയിലൂടെയാണ് ഈ അവസാന കാലഘട്ടത്തെ പ്രിപ്പറേഷനിൽ നിങ്ങൾ പോകേണ്ടത്. നീറ്റിന് പ്രിപ്പയർ ചെയ്ത് നല്ല സ്കോറുകൾ, ഇതിനു മുമ്പത്തെ വർഷങ്ങളിലുള്ള പല നീറ്റ് എക്സാം ആയിക്കോട്ടെ, JEE എക്സാം ആയിക്കോട്ടെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, അതിൽ ടോപ്പ് സ്കോറിൽ എത്തിയ സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അവരോട് സംസാരിച്ചതിൽ നിന്നും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, ആ കുട്ടികൾ എല്ലാവരും തന്നെ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കും. അല്ലാതെ ടെൻഷൻ അടിച്ച് ഞാൻ കുറെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്ന് ചിന്തിക്കാതെ പോസിറ്റീവായിട്ടിരിക്കുക. ഇനി അങ്ങോട്ടുള്ള ദിവസം എങ്ങനെ മാക്സിമം പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, ഈ കോൺഫിഡൻസോട് കൂടി എന്നെ കൊണ്ട് അത് പറ്റും എന്ന ഒരു വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഓരോ ക്ലാസ്സസും ഓരോ ടോപ്പിക്കുകളും ഇനി നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും എല്ലാം നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ അങ്ങനെ വേണം. സോ എല്ലാവർക്കും ഞാനൊരു ബെസ്റ്റ് വിഷസ് നേർന്നുകൊണ്ട് നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഇതുവരെ +2 ചാപ്റ്ററുകളായിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 പഠിച്ചു. അത് കഴിഞ്ഞ് കറണ്ട് ഇലക്ട്രിസിറ്റി വരെ കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മുടെ +1 കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അതിൽ ഞാൻ ആദ്യം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് ഏകദേശം ഒരു ആക്സിലറേഷൻ വരെ, അപ്പൊ അത് എന്ന് വെച്ചാൽ ഏതാണ്ട് ചാപ്റ്ററിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകും. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറെ നല്ല ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്, കുറെ നല്ല ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകൾ, ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതുകൊണ്ട് കയ്യിൽ ഒരു ബുക്ക് കരുതുക, ഒരു പെൻ കരുതുക. പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ലെക്ചർ നോട്ട് പോലെയോ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി ഒരു ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്കറിയാം, മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ മെക്കാനിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൽ നിൽക്കുന്ന ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ 1 dimension, 2 dimension, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, അങ്ങനെ കുറെ ചാപ്റ്ററുകൾ, റൊട്ടേഷണൽ മോഷൻ, ഈവൻ ഓസിലേഷൻ, ഇതെല്ലാം മെക്കാനിക്സിൽ വരുന്നതാണ്. പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് നമുക്ക് സെപ്പറേറ്റ് തന്നെ പഠിക്കാനുണ്ട്. അപ്പം ഒരു അടിപൊളി ഒരു ബ്രാഞ്ചാണ്. പേഴ്സണലി എനിക്കും പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് മെക്കാനിക്സ്. വേറെ ഒന്നും കൊണ്ടല്ല, +2 ടോപ്പിക്ക് കമ്പാരിറ്റീവ്ലി +1 കമ്പയർ ചെയ്യുമ്പോൾ +2 ടോപ്പിക്ക് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനകത്ത് നിന്നേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ. ഇപ്പൊ കറണ്ട് ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ ക്രിച്ച്ഓഫ് ലോ ഇതാണ്, അതിൽ നിന്നേ ചോദിക്കൂ. പക്ഷെ അതായത് അത് നമുക്ക് കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആണ്. പക്ഷെ മെക്കാനിക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി അവർക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആക്കാൻ പറ്റും. അതായത് നമ്മൾ 100 ക്വസ്റ്റ്യൻ ചെയ്തു പോട്ടെ, നമ്മളൊരു 1000 ക്വസ്റ്റ്യൻ ചെയ്തു, 1001ാമതൊരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ് മെക്കാനിക്സിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് ഈ ഏരിയ പൊതുവെ സ്റ്റുഡൻസിന് ഡിഫിക്കൽട്ട് ആണ്. സോ എല്ലാവരും പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിൽ ആദ്യം പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ മോഷൻ ഇൻ 1 dimension അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പൊ സിംപ്ലി മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ക്ലാസിക്കൽ മെക്കാനിക്സ്, റിലേറ്റീവ് മെക്കാനിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, അങ്ങനെ ഡിഫറെന്റ് ബ്രാഞ്ചുകളുണ്ട്. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ഫിസിക്സ് കൺസേർഡ് വിത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോഴ്സ്, മാറ്റർ ആൻഡ് മോഷൻ. അതായത് ഫോഴ്സുകളെ പറ്റി, മാറ്ററിനെ പറ്റി, ഓബ്ജക്റ്റുകൾക്ക് ഉണ്ടാവുന്ന മോഷനെ പറ്റി, ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ടും മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. And in classical mechanics, or it is the branch of mechanics that deals with the particle that either at rest or in motion. ഒന്നെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുന്ന അല്ലെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ പറ്റിയാണ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിക്കുന്നത്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇൻഡെപ്ത് അതിനെ പറ്റിയൊന്നും കൂടുതൽ ഇനി ബോധേഡ് ആവേണ്ട. മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ് ഓർ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ഇതിൽ നമുക്ക് നോക്കിക്കുക സ്റ്റാറ്റിക്സ്, കൈനമെറ്റിക്സ്, ഡൈനാമിക്സ്. മക്കളെ, സ്റ്റാറ്റിക്സ് മീൻസ് സ്റ്റേഷനറി, കൈനമെറ്റിക്സ് മീൻസ് ഓബ്ജക്റ്റ് മോഷനിലേക്ക് എത്തുന്നു, ഡൈനാമിക്സ് മീൻസ് ഓൾസോ ഒബ്ജക്ട് അഗെയിൻ ഇൻ മോഷൻ. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഡീൽസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ബോഡി അറ്റ് റെസ്റ്റ്. അതായത് ഒരു ബോഡി റെസ്റ്റിൽ ഇരിക്കുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ പറ്റിയും അതിനെപ്പറ്റിയൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ആ ബ്രാഞ്ചിനെയാണ് സ്റ്റാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ആ വാക്കിൽ തന്നെ ഉണ്ട്. സ്റ്റാറ്റിക്സ് മീൻസ് സ്റ്റേഷനറി. കൈനമാറ്റിക്സ് മീൻസ് geometrical study of motion of a body or a system of bodies without considering the force involved അല്ലെങ്കിൽ without considering the cause.
അതിന് കാരണക്കാരൻ ആരാണോ, മോഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ അതിന് കാരണക്കാരനായ ആളെ പറ്റി നമ്മൾ ഇവിടെ ബോധേഡല്ല. ഫോഴ്സ് എന്ന് പറയുന്ന ആളെ പറ്റി ബോധേഡല്ല. മറിച്ച് നിങ്ങൾ ഡൈനാമിക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഫോഴ്സ്, അതുപോലെ ടോർക്ക്, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് കാരണക്കാരൻ, ഇപ്പൊ ബോഡി നീങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബോഡി ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്, ദർ ഷുഡ് ബി ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ ആ ഫോഴ്സിനെ പറ്റി നമ്മൾ സംസാരിക്കും. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ റൊട്ടേഷന് കാരണക്കാരൻ ഫോഴ്സിന്റെ അനലോഗിയായ ടോർക്കാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും. എന്ന് വെച്ചാൽ ഈ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോസ് ഓഫ് മോഷൻ തൊട്ടാണ്. ലോസ് ഓഫ് മോഷൻ എത്തുമ്പോഴാണ് ഫോഴ്സ് എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ടോർക്ക് എന്ന് പറഞ്ഞ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് റൊട്ടേഷണൽ മോഷൻ എത്തുമ്പോഴാണ്. അപ്പൊ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും, കൈനമറ്റിക്സ് എന്ന് പറയുന്നത് 1D 2D ആയിട്ടൊക്കെ അസോസിയേറ്റഡ് ആണ് അല്ലെ. സ്റ്റാറ്റിക്സ് ആൻഡ് കൈനമെറ്റിക്സ് നമുക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. മറിച്ച് ഡൈനാമിക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ എഗെയിൻ ലോസ് ഓഫ് മോഷനിലേക്ക് പോകുന്നു. അങ്ങനെ ബ്രാഞ്ചുകൾ തിരിച്ച് തന്നെ ഈ കോൺസെപ്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കി വെക്കാം. വളരെ ബേസിക് ആണ്. ഇവിടെ ബോഡി സ്റ്റേഷനറി ആയിരിക്കും, ഇവിടെ ബോഡി മോഷൻ ആണ്, ഇവിടെ ബോഡി മോഷൻ ആണ്. പക്ഷെ ഇവിടെ അതിന് കാരണക്കാരനായ ആളെ പറ്റി നമ്മൾ ബോധേഡല്ല. ഇവിടെ അവനെ കൂടി കൺസിഡർ ചെയ്യുക, അതായത് ഫോഴ്സ് ടോർക്കിനെയും കൂടി കൺസിഡർ ചെയ്യുന്ന ബ്രാഞ്ച് ആണ്. ഓക്കെ, നമ്മൾ ഇതിൽ ആദ്യം പഠിക്കുന്ന ഒരു ടേമാണ് ഡിസ്റ്റൻസ്. സിംപ്ലി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പാത്ത് ഫോളോഡ് ബൈ ആൻ ഒബ്ജെക്ട്. സിംപ്ലി അങ്ങനെ പറയാം, ആക്ച്വൽ പാത്ത്, ദ ഒറിജിനൽ പാത്ത് ഫോളോഡ് ബൈ ആൻ ഒബ്ജെക്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അത് സിംപ്ലി നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഞാൻ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഒരു വണ്ടിയുടെ ഓഡോമീറ്റർ അല്ലെങ്കിൽ സ്പീഡോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഈ കാണുന്ന ഡിജിറ്റുകൾ കണ്ടോ, ഈ കാണുന്ന ഡിജിറ്റുകൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ വലത്തോട്ട് പോയോ ഇടത്തോട്ട് പോയോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഞാൻ എന്റെ വീട്ടിൽ നിന്നും സ്കൂളിലോട്ട് നടന്നു, 5 കിലോമീറ്റർ ആണ് നടന്നതെങ്കിൽ 5 കിലോമീറ്റർ ആ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ്. തിരിച്ച് ഞാൻ 5 കിലോമീറ്ററോടെ നടന്നു കഴിയുമ്പോഴത്തേക്ക് എന്റെ ഡിസ്റ്റൻസ് ടോട്ടൽ 10 ആയിട്ട് മാറുന്നു. അല്ലാതെ അങ്ങോട്ട് പോയത് പ്ലസും ഇങ്ങോട്ട് പോയത് മൈനസ് അങ്ങനെ ഒന്നുമില്ല. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഡിസ്റ്റൻസ് 0 ആകണമെങ്കിൽ ആ ബോഡി അനങ്ങാതെ അവിടെ ഇരിക്കണം. If for a moving object distance is always positive, it is a scalar quantity. യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്തൊരു ടേമാണ് ഡിസ്പ്ലേസ്മെന്റ്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. നമ്മൾ എവിടുന്നാണോ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് മോഷൻ എൻഡ് ചെയ്യുന്ന പോയിന്റിലേക്ക് നിങ്ങൾ വരയ്ക്കുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി ഡിസ്റ്റൻസ്. Displacement can be distance. Distance cannot be displacement. All distance cannot be displacement. എല്ലാ ഡിസ്റ്റൻസുകൾക്കും ഡിസ്പ്ലേസ്മെന്റ് ആകാൻ കഴിയില്ല. പക്ഷെ എല്ലാ ഡിസ്പ്ലേസ്മെന്റുകളും എന്താണ്? ഡിസ്റ്റൻസ് തന്നെയാണ്. ബിക്കോസ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അയാൾ ട്രാവൽ ചെയ്ത ഒരു ആക്ച്വൽ പാത്ത് ലെങ്ത് തന്നെയാണ്. അതേപോലെ നമുക്ക് പറയാൻ പറ്റും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ക്യാൻ ബി 0, പോസിറ്റീവ് ഓർ മേ ബി നെഗറ്റീവ്. 0 ആകാം. ഒരു സർക്കുലർ മോഷൻ എടുത്തു, നമ്മളൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അതേ പോയിന്റിലേക്ക് എത്തുകയാണ്. അപ്പൊ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ടുണ്ട്? 0 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വലത്തോട്ട് പോകുന്ന ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് എടുക്കുമ്പോൾ ഇടത്തോട്ട് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണ്. ഡിസ്പ്ലേസ്മെന്റിനെ നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യൂണിറ്റ് മീറ്റർ തന്നെയാണ്. അപ്പൊ അതൊക്കെ നോക്കി വെക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും മനസ്സിലാക്കാനുള്ള ബേസിക് ഒരു എക്സാമ്പിൾ ആണ്. എയിൽ നിന്ന് ഒരു കുട്ടിയും അതേപോലെ ഒരു ഡോഗും മോഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവർക്ക് രണ്ടുപേർക്കും ബിയിൽ എത്താനാണ് ആഗ്രഹം. കുട്ടി നേരെ റോഡിൽ കൂടെ അങ്ങ് നടന്നു, അനുസരണയുള്ള കുട്ടിയാണ്. അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് അങ്ങ് നടന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എയിൽ നിന്ന് ബിയിലോട്ട് ഈ കുട്ടി ഈ റോഡിന്റെ ലെങ്ത് ഒരു 5 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. 5 കിലോമീറ്റർ ആണ്. അപ്പൊ ഈ ഡോഗ് ട്രാവൽ ചെയ്തു വരുന്ന മേ ബി ഇത് 15 കിലോമീറ്റർ ആവും അല്ലെ? അപ്പൊ ഇവിടെ ഡോഗ് പോകുന്ന പാത്തിന് നമുക്കൊരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുട്ടി പോകുന്ന ഈ നടന്നു പോകുന്ന പാത്തിന് നമുക്കൊരു ഡയറക്ഷൻ പറയാൻ പറ്റും. മേ ബി ഇവർ രണ്ടുപേരും നിൽക്കുന്നത് നോർത്ത് സൈഡിലാവാം, അവർ പോകുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണെങ്കിൽ അപ്പൊ നമുക്ക് നോർത്ത് ടു സൗത്ത് എന്ന് അല്ലെങ്കിൽ ടുവേർഡ് സൗത്ത് എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ എനിക്ക് പറയാൻ പറ്റും. അല്ലെ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോയാൽ ടുവേർഡ്സ് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ എയും ബിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ആണ് ആര്? ആ 5 കിലോമീറ്റർ. അപ്പം ഈ കാണുന്ന ലെങ്ത് അത് ഡിസ്റ്റൻസുമാണ്, അതേപോലെ അത് ഡിസ്പ്ലേസ്മെന്റും ആണ്. പക്ഷെ ഈ കാണുന്ന ലെങ്ത് 15 കിലോമീറ്റർ എന്ന് പറയുന്ന ആ ആക്ച്വൽ ലെങ്ത് ഡിസ്റ്റൻസ് മാത്രമാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസിന് എന്താവാൻ പറ്റില്ല? ഡിസ്പ്ലേസ്മെന്റ് ആവാൻ പറ്റില്ല. പക്ഷെ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്താവാം? ഡിസ്റ്റൻസ് ആകാൻ കഴിയും. അതേപോലെ നമ്മൾ അറിയേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി
ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 5 കിലോമീറ്ററും അതേപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 15 കിലോമീറ്ററുമാണ്. സോ നമുക്ക് ഒരു കാര്യം ഇവിടുന്ന് പറയാൻ പറ്റും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു ദി ഡിസ്റ്റൻസ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും കൂടെ റേഷ്യോ എടുത്താൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അല്ലെ? കാര്യം എന്താ? ലെസ് ദാൻ ആവാനുള്ള എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 5നെ നിങ്ങൾ 15 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഉറപ്പായിട്ട് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ AB എന്ന് പറയുന്ന റോഡ് അത് ഡിസ്റ്റൻസുമാണ്, അത് ഡിസ്പ്ലേസ്മെന്റും ആണ്. അപ്പൊ അവർ രണ്ടുപേരും വേണമെങ്കിൽ ഈക്വലും ആവാം. അതുകൊണ്ടാണ് റേഷ്യോ 1 ആവാനും സാധ്യതയുണ്ട്. അപ്പൊ ഇവരുടെ റേഷ്യോ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. 15/5 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ അത് ഗ്രേറ്റർ ദാനും ആവാം. ഇനി ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആയാലും അത് 1 ആകാം. അപ്പൊ അങ്ങനത്തെ പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് വേറെ 1-2 കാര്യങ്ങളോടെ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു ബിൽഡിംഗ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇതൊരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു കുട്ടി നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു കുട്ടി നിൽപ്പുണ്ട്. ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവൻ ഈ ബോൾ എടുത്ത് ഒരു യു ഇനിഷ്യൽ വെലോസിറ്റിയിൽ എടുത്ത് മുകളിലോട്ട് എറിഞ്ഞു. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് h ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിന്റെ ടോപ്പാണ്. അല്ലെ? ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നാണ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഷൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. അപ്പൊ നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് മോഷൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആ പോയിന്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. അല്ലെങ്കിൽ അത് ഫ്രീ ഫോളിന്റെ ഒക്കെ കേസിലാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ഒരു റെഫറൻസ് പോയിന്റ് വേണം. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുക. ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ വളരെ ബേസിക് ആയിട്ട് ഞാൻ പറയുന്നു, ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന്, h ഹൈറ്റ് ഉള്ള ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ഒരു കുട്ടി ബോൾ എടുത്ത് എറിയുന്നു. അപ്പൊ നമ്മൾ ഇതിനെ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ ബോള് മുകളിലോട്ട് പോയി ഇത് ഇങ്ങനെ വന്ന് ഗ്രൗണ്ടിൽ വീണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എയിൽ നിന്നാണ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആയ ബിയിൽ ബോൾ എത്തി, ഫൈനലി അത് സിയിൽ എത്തിയിട്ട് ഡിയിൽ വന്ന് വീഴുവാണ്, ഗ്രൗണ്ടിൽ വന്ന് വീഴുവാണെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് നോക്കിയാൽ, എ ടു ബി നോക്കിയാൽ, ശ്രദ്ധിച്ചിരിക്കണം, എ ടു ബി മോഷൻ ഞാൻ നോക്കിയാൽ എന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സപ്പോസ് ഇത് മുകളിലോട്ട് പോയ ഹൈറ്റ് ഒരു സ്മോൾ h ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ താഴോട്ട് വന്ന ആ ഡിസ്റ്റൻസും h തന്നെയാണ്. അപ്പൊ എ ടു ബി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h ആണ്. അറ്റ് ദ സെയിം ടൈം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് h ആണ്. അതിലാർക്കും ഡൗട്ട് ഇല്ല. കണ്ടോ? അപ്പൊ ഇവിടെ രണ്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആയി. ഇനി എ ബി സി എന്ന് പറയുന്ന പാത്ത് നിങ്ങൾ എടുക്കുകയാണ്. എ ബി സി എന്ന് പറഞ്ഞ പാത്ത് എടുത്താൽ നമ്മളുടെ ഡിസ്റ്റൻസ് എത്രയായിട്ട് മാറുന്നു? 2h ആയിട്ട് മാറുന്നു. കാരണം h പ്ലസ് h 2h ആയിട്ട് മാറുന്നു. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ഉള്ള h പോസിറ്റീവായിട്ടും ഡൗൺവേർഡ് ഉള്ള h നെഗറ്റീവായിട്ടും മാറി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലേ? കാര്യം എന്താ? എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അതേ പൊസിഷനിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ പോയിന്റ് എ ആണ്, ഫൈനൽ പോയിന്റ് സി ആണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ദൂരമൊന്നുമില്ല. ഇവിടുന്ന് പോയി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. ഇങ്ങനെ പോയിട്ട് തിരിച്ച് സ്റ്റോൺ ഇങ്ങനെയാണ് വരുന്നത്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ എയും സിയും ഒരേ പോയിന്റ് തന്നെയാണ്. അപ്പൊ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അപ്വേർഡ് ഉള്ള ഈ ഹൈറ്റ്, ഈ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തപ്പോൾ ഡൗൺവേർഡ് ഉള്ള ക്വാണ്ടിറ്റി ഞാൻ എന്തായിട്ട് എടുത്തു? നെഗറ്റീവ് ആയിട്ട് എടുത്തു. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ നമുക്ക് വേറൊരു മോഷൻ എടുക്കാം. എ ബി സി ഡി നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെന്ന് വിചാരിക്കുക. എ ബി സി ഡി. അപ്പൊ എ ബി സി ഡി എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മുകളിലോട്ടൊരു h ഉണ്ട്, താഴോട്ടൊരു h ഉണ്ട്. അപ്പൊ എത്ര ആയിട്ട് മാറി? 2h ആയിട്ട് മാറി. പ്ലസ് ഡൗൺവേർഡ് അഗെയിൻ എന്തായി? ഒരു ക്യാപിറ്റൽ h കൂടിയുണ്ട്. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ h പ്ലസ് h 2h, താഴോട്ടൊരു h കൂടിയുണ്ട്. ക്ലിയർ? ഇനി അറ്റ് ദ സെയിം ടൈം ഞാൻ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ
മുകളിലോട്ടുള്ള എച്ച് പോസിറ്റീവ് ആണ്, താഴോട്ടുള്ള എച്ച് നെഗറ്റീവ് ആണ്, എഗെയിൻ താഴോട്ടുള്ള ഒരു ക്യാപിറ്റൽ എച്ച് കൂടിയുണ്ട്. അപ്പൊ ഈ പ്ലസ് എച്ചും മൈനസ് എച്ചും ക്യാൻസൽ ആയി പോയി. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ത് കിട്ടി? മൈനസ് എച്ച് എന്ന് കിട്ടി. കണ്ടോ, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി നെഗറ്റീവ്, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി പോസിറ്റീവ്, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി സീറോ. ഡിസ്പ്ലേസ്മെന്റ് ഏത് വാല്യൂ വേണേലും വരാം, ബിക്കോസ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ ആദ്യം ഒറിജിൻ എടുത്തത് എ അല്ലേ? ഒറിജിൻ എടുത്തത് എ അല്ലേ? അതെ, ഒറിജിൻ എ ആയിരുന്നു എടുത്തത്. ഈ ടോട്ടൽ മോഷൻ കൺസിഡർ ചെയ്തപ്പോൾ ഇനിഷ്യൽ പോയിന്റ് എയും ഫൈനൽ പോയിന്റ് ഡിയും ആണ്. എ ബി സി ഡിയിൽ ഇനിഷ്യൽ പോയിന്റ് എയും ഫൈനൽ പോയിന്റ് ഡിയും ആണ്. അപ്പൊ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഈ ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നേരെ താഴോട്ടാണ്. അപ്പൊ ഒറിജിനിൽ നിന്ന് നിങ്ങൾ ഡൗൺവേർഡ് ആണ് മെഷർ ചെയ്തത്, അതുകൊണ്ടാണ് മൈനസ് എച്ച് എടുത്തത്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് displacement to the distance. Numerical ratio of displacement to the distance എന്നാണ് ചോദിച്ചിരിക്കുന്നത്. To the distance എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് എന്താ? ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും സെയിം വാല്യൂ ആവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അത് ഈക്വൽ ടു 1 ആണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കുറച്ചുകൂടെ വലുതുമാകാൻ ഡിസ്റ്റൻസിന്. അപ്പം ചെറിയ വാല്യൂവിനെ വലിയ വാല്യൂ കൊണ്ടാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് അത് ലെസ് ദാൻ 1 ആയിരിക്കും. സോ നമുക്ക് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ലെസ് ദാൻ ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു ദ ഡിസ്റ്റൻസ് കവേർഡ് ലെസ് ദാൻ 1, ഈക്വൽ ടു 1, ഈക്വൽ ഓർ ലെസ് ദാൻ 1, ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഈക്വൽ ടു ഓർ ലെസ് ദാൻ 1 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരാൾ എയിൽ നിന്ന് ബി സി ഡി ഇങ്ങനെ കവർ ചെയ്യുകയാണ്. അപ്പൊ ആ പാത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് എ ബി, എയിൽ നിന്ന് ബി വരെ അദ്ദേഹം ഇവിടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അതൊരു ക്വാർട്ടർ സർക്കിളാണ്. നമുക്കറിയാം എ തൊട്ട് ബി വഴി സി വഴി ഡി വഴി എയിലെത്തിയാൽ അദ്ദേഹം കവർ ചെയ്യാൻ പോകുന്ന ഡിസ്റ്റൻസ് അതിന്റെ സർക്കംഫറൻസ് ആയ 2πr ആണ്. നിങ്ങൾക്ക് ഈ കളർ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2πr ആണ്. ഈ 2πr ഡിസ്റ്റൻസിൽ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ കാണുന്ന ഡിസ്റ്റൻസ് 2πr ആണ്, ടോട്ടൽ സർക്കംഫറൻസ്. അതില് എ ബി എന്ന് പറയുന്നത് അതിന്റെ 4/1 മാത്രമാണ് അല്ലെ? അപ്പൊ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. സോ ഫൈനൽ വാല്യൂ πr/2 എന്ന് കിട്ടും. അറ്റ് ദ സെയിം ടൈം ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇദ്ദേഹം ട്രാവൽ ചെയ്യുന്നത് എ തൊട്ട് ബി വരെ. അപ്പൊ അവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് അല്ലെ? ഈ കാണുന്നതാണ്. ഇത് അവന്റെ റേഡിയസ് r അല്ലേ? അതെ, ഈ കാണുന്നത് അവന്റെ റേഡിയസ് r ആണ്. ഈ കാണുന്നത് റേഡിയസ് r ആണ്. ഒബ്വിയസ്ലി ഇതെന്ന് പറയുന്നത് √2r ആയിരിക്കും. √2r ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് √2r ആണ്. ഇത് r ആണ്, ഇത് r ആണ്. സോ ഇത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് √2r ആണ്. ഇനി അടുത്ത നോക്കിക്കേ, എ ബി സി. അപ്പൊ എ ബി സി എന്ന് പറയുമ്പോൾ πr/2ന്റെ 2 എണ്ണമാണ്. അപ്പൊ അത് πr/2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു πr. അല്ലെങ്കിൽ എന്ത് പറയാം? ടോട്ടൽ സർക്കംഫറൻസ് 2πr ആണ്. 2πrന്റെ പകുതി അത് πr ആണ്. അങ്ങനെയും പറയാം. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എവിടെ എത്തി? എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ബി വഴി സിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ടു ഫൈനൽ ആണ്. ഇത് r ആണ്, ഇത് r ആണ്. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 2r ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്തത് എ ബി സി ഡി. അപ്പൊ ഈ കാണുന്ന എത്രയാണ്? ടോട്ടൽ സർക്കംഫറൻസ് 2πr ആണ് അല്ലെ? ടോട്ടൽ സർക്കംഫറൻസ് 2πr ആണ്. അതിന്റെ 4/3 പോർഷൻ ഉണ്ട്. മൊത്തം 1, 2, 3, 4 പോർഷൻ ഉണ്ട്. ആ 4/1, 2, 3 പോർഷൻ ഉണ്ട്. അപ്പൊ 4/3 ഉണ്ട്. അതാണ് 2πrന്റെ 4/3. അപ്പൊ ഇവനെ കൂടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 കിട്ടും. സോ ആൻസർ ഈസ് 3πr/2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതേപോലെ
ഇപ്പൊ റൈറ്റ് നൗ ഞാൻ ABCD ആ മൂവ് ചെയ്തിരിക്കുന്നത്, ABCD. അപ്പൊ ഇനിഷ്യൽ പോയിന്റ് A ആണ്, ഫൈനൽ പോയിന്റ് D ആണ്. ഫൈനൽ പോയിന്റ് D ആണെങ്കിൽ നമുക്കറിയാം ഈ കാണുന്നത് അതിന്റെ റേഡിയസ് ആണ്, ഇതും അതിന്റെ റേഡിയസ് ആണ്. സോ ഒബ്വിയസ്ലി ഇതെന്ന് പറയുന്നത് √2r ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടി എത്രയാണ്? √2r എന്ന് കിട്ടി. കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്ന വാല്യൂസ് ഒക്കെ തന്നെയാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അടുത്തത് ABCDA. ABCDA എന്ന് പറഞ്ഞാൽ ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അതിന്റെ സർക്കംഫറൻസ് ആണ്. സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി, കാരണം ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് തിരിച്ച് അതേ പോയിന്റിലേക്ക് എത്തി. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് മാറി. കാൽക്കുലേറ്റ് ചെയ്യാവുന്ന വാല്യൂസ് ആണ്. ക്ലിയർ? യെസ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കി വരാം. എ ബോഡി മൂവ് അലോങ് ദി കർവ്ഡ് പാത്ത് ഓഫ് ക്വാർട്ടർ സർക്കിൾ. ഓക്കെ, കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ടു ദ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ നമ്മൾ പഠിച്ച അതേ കോൺസെപ്റ്റ് ആണ്. ക്വസ്റ്റ്യനകത്ത് അവർ പറഞ്ഞു ഒരു ബോഡി മൂവ് ചെയ്യുന്നത് ക്വാർട്ടർ സർക്കിൾ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, സപ്പോസ് ഇവിടുന്നാണ് ട്രാവൽ ചെയ്യുന്നത്, എയിൽ നിന്ന് ട്രാവൽ ചെയ്തു ബി വരെ എത്തി. ഓക്കെ, നമ്മളോട് ഇവന്റെ റേഡിയസ് നമുക്ക് 6 എന്ന് എടുക്കാം, റേഡിയസ് 6 എന്ന് എടുക്കാം. അപ്പൊ അവൻ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്, അത് √2r ആണെന്ന് നമ്മളിപ്പോ പഠിച്ചു. √2r ആണെന്ന് പഠിച്ചു. യെസ്. കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ശ്രദ്ധിച്ചോണം, കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ദി ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടല് 2πr ആണ്. 2πrന്റെ 4 അപ്പൊ 2πr/4 ദാറ്റ് ഈസ് πr/2 അല്ലെ. 2πr/4, 2 4 കട്ട് ചെയ്തു, πr/2 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് √2r ആണെന്ന് നമുക്ക് അറിയാം. √2r ആണ്. സോ ഇവിടുന്ന് ഒരു 6ഉം കട്ട് ചെയ്ത് കളയാം. സോ നമുക്ക് എത്ര കിട്ടും? π/2 √2 എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ അത് അവർ പറയുന്നുണ്ട് പൈയുടെ വാല്യൂ 22/7 ആണ്, നമുക്കറിയാം, അത് എടുക്കണമെന്ന് പറയുന്നുണ്ട്. സോ പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു 2√2. ഇവനെ കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 11 കിട്ടും. ആൻഡ് ഫൈനലി 11 ഡിവൈഡഡ് ബൈ 7 √2 എന്ന് കിട്ടും. 11 ഡിവൈഡഡ് ബൈ 7 √2. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, 11:7 √2. 11:√2 ഇൻറ്റു 7. ഓപ്ഷൻ 3 വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. An athlete completes 1 round of circular track of radius r in 20 seconds. ഓക്കെ, ഒരു സർക്കുലർ ട്രാക്ക്. ഇതിന്റെ റേഡിയസ് 6 ആണ് തന്നിട്ടുണ്ട് നമുക്ക്. ഇതിന്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? 20 സെക്കൻഡ് കൊണ്ട്, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. An athlete completes 1 round of radius r in 20 seconds. What will be the displacement at the end of 2 minutes 20 seconds? 2 minutes 20 seconds. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ നമ്മളോട് പറയുന്ന ആദ്യത്തെ ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന ടൈം 20 സെക്കൻഡാണ്. ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന ടൈം 20 സെക്കൻഡാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ടൈം എത്ര അവർ തന്നിരിക്കുന്നത്? ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റും 20 സെക്കൻഡുമാണ്. 2 മിനിറ്റും 20 സെക്കൻഡുമാണ്. ഒരു തവണ കറങ്ങാൻ 20 സെക്കൻഡ് ആണല്ലോ. അപ്പൊ നിങ്ങൾ ഈ മിനിറ്റിനെ കൂടെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ് ആണ് അല്ലെ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ് ആണ്. ഈ 120 സെക്കൻഡിന്റെ കൂടെ ഈ 20 സെക്കൻഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പൊ മൊത്തം 140 സെക്കൻഡ് ആണ് അവൻ ട്രാവൽ ചെയ്യേണ്ടത്. മൊത്തം ട്രാവൽ ചെയ്യേണ്ട 140 സെക്കൻഡ് ആണ്. ഒരു തവണ കറങ്ങാൻ 20 സെക്കൻഡ് മതി. ഒരു തവണ കറങ്ങാൻ. അപ്പം ടോട്ടൽ റൊട്ടേഷൻ എത്ര റൊട്ടേഷൻ ഉണ്ടെന്ന് എടുക്കാമല്ലോ. അപ്പം ടോട്ടൽ റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ റൊട്ടേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാവുന്ന എത്ര റൊട്ടേഷൻ പറ്റും എന്ന് നോക്കുവാണ്. ടോട്ടൽ റൊട്ടേഷൻ പ്രോപ്പർ ആയിട്ട് ഡിവിസിബിൾ ആവുമോ എന്ന് നോക്കിയാൽ മതി. അത് 140 ഡിവൈഡഡ് ബൈ 20 ആണ്. എത്ര കിട്ടി? 7 റൊട്ടേഷൻ കിട്ടി. 140 സെക്കൻഡ് കൊണ്ട് അവൻ 7 തവണ കറങ്ങും. കാര്യം ഒരു തവണ 20, 40, 60, 80, 100, 120, 140. കൊള്ളാം. 140 7 തവണ കറങ്ങും. എന്ന് വെച്ചാൽ 7 തവണ കറങ്ങി എന്ന് പറഞ്ഞാൽ അവൻ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവൻ 140 സെക്കൻഡ് കൊണ്ട് കറങ്ങി എയിൽ തന്നെ എത്തും. എഗെയിൻ 7 തന്നെ എത്തും. എന്ന് വെച്ചാൽ അവന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്?
ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അത് 0 തന്നെയാണ്. അതായത് അവൻ അതേ ഇനിഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ ലോജിക്കില് പറയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് നോക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. വാ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കാൽക്കുലേറ്റ് ചെയ്യാനാ ചോദിച്ചിരിക്കുന്നത്. O തൊട്ട് A വരെ 10 മീറ്ററിലാണ്, അപ്പൊ 10 മീറ്റർ അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് അതും 10 മീറ്റർ ആണ്. ഇവിടുന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഒരു ഒബ്ജക്റ്റ് എയിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇപ്പൊ ഓർത്തപ്പോ പറയുന്നേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബി വരെയാണ് ട്രാവൽ ചെയ്തതെന്ന് വിചാരിക്കുക. ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബി വരെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പം, ഇപ്പൊ ഉദാഹരണത്തിന് ഇതൊരു എക്സ് മീറ്റർ ആണെന്ന് വിചാരിക്കുക, എക്സ് മീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്തിനോട് ഇക്വലന്റ് ആണ്? ആ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എക്സ് മീറ്റർ ആണ്. ആണോ? എന്നുവെച്ചാൽ ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഈക്വൽ. ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്, ഒരൊറ്റ ഡയറക്ഷനിലോട്ട് പോയിട്ടുള്ളെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താ ഉള്ള ഗുണം? നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡിസ്റ്റൻസ് വെച്ചിട്ട് ആവറേജ് സ്പീഡും ഡിസ്പ്ലേസ്മെന്റ് വെച്ചിട്ട് ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കും. അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റും എന്താ? ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ആർ സെയിം. അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് ഈ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് അടുത്ത വാല്യൂ, അടുത്ത ഏതാണ്? OACB. നിങ്ങൾ നോക്ക്, O തൊട്ട് A വരെ പോണം, പിന്നെ A തൊട്ട് C വരെ പോണം. അപ്പൊ 40 മീറ്റർ ഞാൻ ട്രാവൽ ചെയ്തു. തിരിച്ച് ഞാൻ എവിടെ എത്തണം? ബിയിലെത്തണം. അപ്പൊ 40ന്റെ കൂടെ വീണ്ടും ഒരു 10 കൂടെ ആഡ് ഓൺ ആയി. അപ്പൊ 40ഉം 10ഉം 50 മീറ്റർ ആണ് ഞാൻ ട്രാവൽ ചെയ്ത് ടോട്ടൽ ഡിസ്റ്റൻസ്. പക്ഷെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എത്തി? തിരിച്ച് ബിയിലെത്തി. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് 40 പോയി, തിരിച്ചു വരുന്ന 10 മൈനസ് ചെയ്യണം. അപ്പൊ 40 മൈനസ് 10 30. അപ്പൊ അങ്ങനെ പ്ലസും മൈനസും ഒന്നും എടുക്കാൻ നിൽക്കണ്ട. ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത് എവിടുന്ന? ഓയിൽ നിന്ന് പോയിട്ട് തിരിച്ച് എവിടെ എത്തി? ബിയിലെത്തി. അപ്പൊ ഇനിഷ്യൽ പോയിന്റ് O ആണ്, ഫൈനൽ പോയിന്റ് B ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഷോർട്ടസ്റ്റ് ആണ്, അതെന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. ക്ലിയർ? അടുത്തത് OCD. അപ്പൊ ഓയിൽ നിന്ന് സി പോയി 40, സിയിൽ നിന്ന് തിരിച്ച് ഓയിൽ എത്തണം, എന്നാലല്ലേ ഡിയിൽ എത്താൻ പറ്റും. അപ്പൊ തിരിച്ചുകൂടെ 40 വരും, 80. പിന്നെ ഡിയിലേക്ക് 10 20. അപ്പൊ 80ഉം 20ഉം 100 മീറ്റർ ആണ് എന്ത്? ഡിസ്റ്റൻസ്. ക്ലിയർ? പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഇനിഷ്യലി O ആയിരുന്നു, നിങ്ങൾ അവിടെ പോയി തിരിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരുന്നത്, അത് 10 20 ആണ്. അപ്പൊ ഇനിഷ്യൽ പോയിന്റ് O ആണ്, ഫൈനൽ പോയിന്റ് D ആണ്, അത് ലെഫ്റ്റിലോട്ടാണ്. സോ ദാറ്റ് ഈസ് -20 മീറ്റർ. അടുത്തത് എന്താണ്? OCEO. അപ്പൊ ഓയിൽ നിന്ന് സി 40, സിയിൽ നിന്ന് O 40, 80 ആയി. തിരിച്ച് ഇയിൽ വരണം, എഗെയിൻ 40. അപ്പൊ 8 4 12. തിരിച്ചും അങ്ങോട്ട് ഓയിലേക്ക് പോകണം. അപ്പൊ 12 4 16, 160 മീറ്റർ. പക്ഷെ ഇതെന്ന് പറയുന്നത് 0 മീറ്റർ ആണ്. കാര്യം എന്താ? 0 ആണ്. 0 മീറ്റർ എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഓയിൽ തന്നെ എത്തി. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നോക്കാം. ഓയിൽ നിന്ന് എ അല്ലെ? ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ ആണ് അല്ലെ? കിലോമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റും 10 കിലോമീറ്റർ തന്നെയാണ്. അടുത്തത് OAB. അപ്പം ഇനിഷ്യൽ പൊസിഷൻ ഏതാ? ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് O ആണ്, ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് B ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഈ കാണുന്നത് 10ഉം ഇത് 10ഉം ആണെങ്കിൽ, ഇത് 10 ആണല്ലോ, ഇത് 10 ആയതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ തന്നെയാണ്. അപ്പൊ ഇത് 10 ആണ്, ഇത് 10 ആണ്. അപ്പൊ ഇതെത്ര? ഇത് 10 മീറ്റർ ആയതുകൊണ്ട് ഇതെത്ര വരും? 10√2 എന്ന് കിട്ടും. 10√2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പറയാൻ എന്ത്? ഡിസ്പ്ലേസ്മെന്റ് 10√2 മീറ്റർ ആണ്. 10√2 മീറ്റർ ആണ്. അതേപോലെ ഇതിന്റെ ഡയറക്ഷൻ വേണമെങ്കിൽ പറയാം, കാര്യം ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും ഉണ്ടല്ലോ. ഇപ്പൊ ഫസ്റ്റ് കേസിൽ 10 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് ആണ്, കണ്ടോ? നോർത്ത് ആണ്. അടുത്തത് 10√2 ഇങ്ങോട്ടാണ്. അപ്പൊ 10√2 ഇത് നോർത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്. അപ്പൊ ഈസ്റ്റ് ഓഫ് നോർത്ത് എന്ന് പറയാം. അങ്ങനെ ഡയറക്ഷൻ പറയണം. അങ്ങനെ ഡയറക്ഷൻ പറയാനോട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
അടുത്തത് എന്താ? ഒ എ ബി സി. ഇവിടെ ഇത് എഴുതിയില്ലല്ലോ. ഒ എ ബി 10+10 20 കിലോമീറ്റർ ആണ്. 20 കിലോമീറ്റർ ആണ്. ക്ലിയർ? അടുത്തത് ഒ എ ബി സി തിരിച്ചിവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാ? 10ഉം 10ഉം 20ഉം 10ഉം 30 കിലോമീറ്റർ. ഡിസ്റ്റൻസ് 30 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഡിസ്പ്ലേസ്മെന്റോ എഗെയിൻ 10 കിലോമീറ്റർ. കാര്യം ഒ എ ബി സി ആ. ഇനിഷ്യൽ പോയിന്റ് ഒ ആണ്, ഫൈനൽ പോയിന്റ് സി ആണ്. ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത് ഈ 10 ആണ്. അടുത്തത് എത്രയാ? ഒ എ ബി സി ഒ. അപ്പൊ ഇത് 0 ആണെന്ന് മനസ്സിലായി അല്ലേ? ഒ എ ബി സി ഒ 0 ആണെന്ന് മനസ്സിലായി. അടുത്തത് നമുക്ക് നോക്കാം. ഒ എ ബി സി ഒ ഇത് എത്ര വരും? 40 എന്ന് വരും. 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് അല്ലേ? 10, 20, 30, 40. സിമ്പിൾ, പ്രത്യേകിച്ച് ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കോൺസെപ്റ്റ് ആണ്. യെസ്, നമുക്ക് അടുത്ത 1-2 ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം. എ മാൻ വാക്ക് 30 മീറ്റർ ടുവേർഡ്സ് നോർത്ത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ എങ്ങനെ ആ ഡയറക്ഷൻ പറഞ്ഞു? ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഈ ഫിഗർ പ്രോപ്പർ ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് ആക്സിസ് ഒക്കെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ കാണുന്ന പോയിന്റ് ഒറിജിൻ. ആദ്യം പറഞ്ഞ എന്താണ്? എ മാൻ വാക്ക് 30 മീറ്റർ ടുവേർഡ്സ് നോർത്ത്. നോർത്തിലോട്ട്. അപ്പൊ നോർത്ത് ഇതാ എന്ന് വെച്ചാൽ മുകളിലോട്ടല്ല, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഇങ്ങനെയാണെന്ന് ആലോചിക്കുക. അപ്പൊ നോർത്തിലോട്ട് എത്ര പോയി? 30 മീറ്റർ ടുവേർഡ്സ് നോർത്ത് പോയി. ഓക്കെ, അത് കഴിഞ്ഞ് ആൻഡ് 20 മീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. 20 മീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പൊ ഇങ്ങോട്ട് ഒരു 20 മീറ്റർ കൂടെ പോയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ പറഞ്ഞത്? ആൻഡ് ഇൻ ദ ലാസ്റ്റ് 30 റൂട്ട് മീറ്റർ ടുവേർഡ്സ് സൗത്ത് വെസ്റ്റ്. കണ്ടോ? സൗത്ത് വെസ്റ്റ്. അപ്പൊ ഇങ്ങോട്ട് സൗത്ത് വെസ്റ്റ്. ഇത് നോർത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇതാണ് സൗത്ത്. അപ്പൊ സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ. ആ കാണുന്ന വാല്യൂ എത്രയാ? 30√2 ആണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 30√2 സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ അവൻ ഏത് പൊസിഷനിൽ നിന്നാണോ ചരിയുന്നത് അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എവിടെയോ വരും. ഇവിടെ തന്നെ വരണമെന്ന് യാതൊരു ഒറിജിനിൽ കൂടെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മേ ബി ഇങ്ങനെയും ആകാം. ഇങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ വരത്തില്ല. വരണമെന്ന് നിർബന്ധമില്ല, ഇങ്ങനെ വരത്തില്ല. അപ്പൊ ഇങ്ങോട്ടാവും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ടാവും. വരത്തില്ല എന്ന് ഞാൻ ഇത്ര കോൺഫിഡൻസിലൊക്കെ തള്ളുന്നുണ്ടല്ലോ, അതിന്റെ റീസണും പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഈ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? ഈ വാല്യൂ 30√2. ഓക്കെ മക്കൾ, അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇത് 30യും ഇത് 20യും ആണെങ്കിൽ ഒരിക്കലും അതിന്റെ ഹൈപ്പോട്ടന്യൂസ് 30√2 വരത്തില്ല. 30√2 എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് കിട്ടണമെങ്കിൽ അതിന്റെ ഈ സൈഡും 30 ആയിരിക്കണം അല്ലേ? ഇത് 30 ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ 30√2 ഞാൻ ഇവിടെ കൊണ്ട് മുട്ടിക്കാനുള്ള കാരണം ഇത് 20 പ്ലസ് ഇതൊരു 10 ആണ്. അപ്പൊ ഇത് 10 മീറ്ററാ, ഇത് 10 മീറ്ററാ. ഇനി നിങ്ങളൊന്ന് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ പോലെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുവാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലായി കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുവാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ പോലെ ഞാൻ ഇങ്ങനെ ആക്കിയാൽ നിങ്ങൾ ഒന്ന് നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇത് 30 ആയിരുന്നു, അപ്പൊ അത് തന്നെയാണ് ഇത് 30. ഇത് 20 കൂടെ ഇതൊരു 10 ആഡ് ആയി, ഇത് മൊത്തത്തിൽ 30. ഇത് 30 ആണെങ്കിലല്ലേ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ഈ കാണുന്ന ഡയഗണൽ 30√2 ആയിട്ട് മാറത്തുള്ളൂ അല്ലേ? ഹൈപ്പോട്ടന്യൂസ് അല്ല, ഇതിന്റെ ഡയഗണൽ 30√2 ആവത്തുള്ളൂ. ക്ലിയർ? അത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇത് 30√2 ആണ്. ഒബ്വിയസ്ലി ഇതെന്താ? 10 മീറ്റർ ആയിരിക്കണം. ഇത് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, ഇത് വെക്ടർ ഫോമിൽ എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ വെക്ടേഴ്സ് പഠിച്ചിട്ടില്ല. ഇത് മോഷൻ ഇൻ എ പ്ലെയിൻ വെച്ചിട്ട് എഴുതാൻ പറ്റും. വളരെ ഈസി ആയിട്ട് വെക്ടർ ഫോമിൽ എഴുതാൻ പറ്റും. ഐ ക്യാപ്പ് ജെ ക്യാപ്പ് ഒക്കെ വെച്ച് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ വെക്ടേഴ്സ് പഠിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്തത്. സോ ഈ കാണുന്ന 30√2 ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ കാണുന്ന ഡിസ്റ്റൻസ് 10 ആണ്. അപ്പൊ ഇയാൾ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫൈനലി ഇവിടെ എത്തിയത് പിയിലാണ് എത്തിയെന്ന് വിചാരിക്കുക. ഇയാൾ ഇവിടെ പിയിലാണ് എത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ എടുത്ത ടോട്ടൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് OP ആണ്. ഓക്കെ, ചോദിച്ചത് എന്താണ്? ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഒറിജിൻ. 10 മീറ്റർ ആണ്, ടുവേർഡ്സ് വെസ്റ്റ് ആണ്. അപ്പൊ 10 മീറ്റർ ടുവേർഡ്സ് വെസ്റ്റ്.
കണ്ടോ 10 മീറ്റർ ടുവേർഡ്സ് വെസ്റ്റ്. നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അത്ര ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് സ്പീഡ്. നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുന്നത് കൊണ്ട് ഡിസ്റ്റൻസുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട്. ഡിസ്റ്റൻസ് സ്കെലാർ ആണ്, സ്പീഡ് സ്കെലാർ ആണ്. ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആണ്, സ്പീഡ് ഓൾവേസ് പോസിറ്റീവ് ആണ്. ഒരു ഒബ്ജക്ട് റെസ്റ്റിലാണെങ്കിൽ ഡിസ്റ്റൻസ് 0 ആണ്, അപ്പോൾ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അതിന്റെ സ്പീഡും 0 ആണ്. ഒബ്ജക്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയോ പിന്നെ സ്പീഡ് എപ്പോഴും എന്താ, പോസിറ്റീവേ ഉള്ളൂ, സ്പീഡ് നെഗറ്റീവ് ഇല്ല. ക്ലിയർ? സ്പീഡ് കൂടി സ്പീഡ് കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആക്ച്വലി ഒരു വണ്ടിയുടെ സ്പീഡ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് പിന്നെ ഡിഫൈൻ ചെയ്യുന്ന ആള് വെലോസിറ്റി ആണ്. നമ്മൾ ആ വെലോസിറ്റിയിലേക്ക് എത്തണം. സിംപ്ലി ഇത്രേ ഉള്ളൂ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട് ഇൻ യൂണിറ്റ് ടൈം ഇന്റർവൽ, ഇൻ പെർട്ടിക്കുലർ ടൈം ഇന്റർവൽ. ഓക്കെ അല്ലേ? It is a scalar quantity that describes the rate at which object covers a distance. എത്ര സമയം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, ഒരു പെർട്ടിക്കുലർ സമയം കൊണ്ട് അവൻ ഇവിടുന്ന് ഇവിടെ വരെ കവർ ചെയ്തു, ഇതൊരു ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ എത്ര സമയം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുവാണ് എന്റെ കാറിന്റെ സ്പീഡ് 30 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു എന്ന് വെച്ചാൽ 1 മണിക്കൂറോട് 30 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യും, അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. മെഷേർഡ് യൂസിങ് സ്പീഡോമീറ്റർ, അതിനാണ് നമ്മൾ സ്പീഡോമീറ്റർ യൂസ് ചെയ്യുന്നത്. യൂണിറ്റും അതിന്റെ കൺവേർഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ സെക്കൻഡ്, സെന്റിമീറ്റർ പെർ സെക്കൻഡ് ഒക്കെ മാറ്റാനുള്ള വാല്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സ്പീഡിനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ആവറേജ് സ്പീഡ്. എല്ലാം ഡീറ്റെയിൽഡ് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടാവണം. ബട്ട് സ്റ്റിൽ ഞാൻ ഇവിടെ തന്നെ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. യൂണിഫോം സ്പീഡ് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ പോകണം. അതായത് ആദ്യത്തെ 5 മിനിറ്റ് 10 മീറ്റർ പോയാൽ അടുത്ത 5 മിനിറ്റും 10 മീറ്റർ തന്നെ പോകും. അപ്പൊ ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 10 മീറ്റർ പെർ ആദ്യത്തെ ഒരു സെക്കൻഡിൽ, അങ്ങനെ വിചാരിക്കുക. ഈക്വൽ ടൈം ഇന്റർവെൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, ടൈം എന്തോ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ആദ്യത്തെ ഇപ്പൊ 5 മിനിറ്റിൽ, ഞാനിപ്പോ മിനിറ്റിലാണ് പറഞ്ഞത്, ആദ്യത്തെ 5 മിനിറ്റിൽ ഇത് 10 മീറ്റർ ട്രാവൽ ചെയ്താൽ അടുത്ത 5 മിനിറ്റിൽ ഇത് 10 മീറ്റർ പോകണം. അതാണ് യൂണിഫോം സ്പീഡ്. ഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, ദാറ്റ് ഈസ് നോൺ ആസ് യൂണിഫോം സ്പീഡ്. ഇത് അൺഈക്വൽ ഡിസ്റ്റൻസ്, ടൈം ഇന്റർവൽ സെയിം ആവാം. ടൈം ഇന്റർവൽ നമ്മൾ സെയിം ആക്കി തന്നെയാണ് ഫിക്സ് ചെയ്ത് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. ടൈം ഇന്റർവൽ സെയിം ആണ്, പക്ഷെ പെട്ടെന്ന് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കവർ മാറി. ഉദാഹരണത്തിന് ആദ്യത്തെ 5 മിനിറ്റ് ഞാൻ 10 മീറ്റർ പോയി, അടുത്ത 5 മിനിറ്റ് ഞാൻ 15 മീറ്റർ പോയി. അപ്പം ഈക്വൽ ഡിസ്റ്റൻസ് ആണോ കവർ ചെയ്യുന്നത്? അല്ല. അതിനാണ് വേരിയബിൾ സ്പീഡ് അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. നമ്മളിപ്പോ ബൈക്കിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ബൈക്കിന്റെ സ്പീഡോമീറ്ററിലോട്ട് നോക്ക്, അപ്പൊ കാണുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ആൻഡ് ഫൈനലി ആവറേജ് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇന്റർവൽ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ടു ദി ടോട്ടൽ ടൈം ഇന്റർവൽ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഓരോ ആൾക്കാരെ പറ്റി ഇൻ ഡെപ്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് ഞാൻ ഇവിടെ ഇത് ഹോൾഡ് ചെയ്തു, സ്ക്രീൻ പോസ് ചെയ്യാം, ഇത് ഓരോന്നും വായിച്ചു. ഒബ്ജക്ട് കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇന്റർവൽ സിൻസ് സ്പീഡ് ഈസ് എ കോൺസ്റ്റന്റ്, ദെയർ ഇസ് നോ ചേഞ്ച് ഇൻ സ്പീഡ്, അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്ട് മൂവ് വിത്ത് യൂണിഫോം സ്പീഡ് ടിപ്പിക്കലി മൂവ് വിത്ത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ബേസിക്കലി ഒബ്ജക്ട് മൂവ് വിത്ത് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വേരിയബിൾ സ്പീഡ്, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചേക്കുക. ഒബ്ജക്ട് കവർ ഡിഫറന്റ് ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം സിൻസ് ദ സ്പീഡ് ചേഞ്ചിങ് ദ ഒബ്ജക്ട് ഈസ് ആക്സലറേറ്റിംഗ്. സ്പീഡ് മാറുന്നുണ്ട്, ഒബ്ജക്ട് എന്താണ്, ആക്സലറേറ്റിംഗ് ആണ്. പക്ഷെ അതിനെപ്പറ്റിയൊന്നും ഞാൻ ആധികാരികമായി ഇപ്പൊ പറയുന്നില്ല. ആക്സലറേറ്റിംഗ്, സ്പീഡിങ് അപ്പ് ഉണ്ട്, സ്ലോയിങ് ഡൗൺ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ് ആക്സലറേഷന്റെ ടൈമിലേക്ക് എത്തുമ്പോൾ പറയും. അതിന്റെ എക്സാമ്പിൾസും വായിച്ചു നോക്കുക. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് നമ്മൾ പറഞ്ഞു, സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് ആൻ ഇൻസ്റ്റന്റ്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇപ്പൊ ഒരു കാർ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് പോവാണ്. എയിൽ നിന്ന് ബി വരെ ട്രാവൽ ചെയ്യുക. ഈ ട്രാവൽ ചെയ്യുന്ന ദൂരം എക്സ് ആണെന്ന് വിചാരിക്കുക. ട്രാവൽ ചെയ്യുന്ന ദൂരം എക്സ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്മോൾ ടൈം ഇന്റർവെല് കൺസിഡർ ചെയ്യുന്നു, ഒരു കുഞ്ഞു സമയം ഡി ടി. ഈ കുഞ്ഞു സമയം കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഡി എക്സ്. അപ്പൊ ഈ ഡി എക്സിനെ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്പീഡിനെയാണ് ഇൻസ്റ്റന്റേനിയസ് എന്ന് വിളിക്കുന്നത്. അത്രേ ഉള്ളൂ, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഡി എക്സ് ബൈ ഡി ടി അല്ലെങ്കിൽ ഡി എസ് ബൈ ഡി ടി എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഡിഫറൻഷ്യൽ ഫോമാറ്റ് ആണ്. അപ്പൊ വി ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. നമ്മളിപ്പം ഒരു കാറിന്റെ സ്പീഡോമീറ്ററിലോട്ട് നോക്കുന്നു, 60 km/h പോകുന്നു. അപ്പൊ അതിന്റെ സ്പീഡ് ആ ഇൻസ്റ്റന്റിൽ 60 ആണെന്ന് പറയാം. അടുത്തതാണ് ആവറേജ് സ്പീഡ്, ദാറ്റ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഇന്റർവൽ. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇപ്പൊ ഇതൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ ട്രാവൽ ചെയ്യുകയാണ്. എനിക്ക് എയിൽ നിന്ന് ബി വരെ പോകണം, അത് കഴിഞ്ഞ് സിയിലേക്ക് എത്തണം. അപ്പൊ എ ടു ബി ഡിസ്റ്റൻസ് x1 ആണെന്ന് വിചാരിക്കുക. അതിനെടുത്ത ടൈം ആണ് t1. അടുത്ത ഡിസ്റ്റൻസ് x2, ഇവിടെ എടുത്ത ടൈം t2 ആണെന്ന് വിചാരിക്കുക. അപ്പം ആവറേജ് സ്പീഡ് കാണാൻ v average which is equal to total distance x1 plus x2 ആണ് divided by total time interval t1 plus t2 ആണ്. Total time interval t1 plus t2 ആണ്. This is known as average speed, total distance divided by total time. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ആവറേജ് സ്പീഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് ഇയറിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി. പ്രോപ്പർ ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക. നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് x1 is the distance traveled by a body in time t1 for a speed v1 and x2 is the distance traveled by a body in time t2 for a speed v2. അതായത് x1 ഡിസ്റ്റൻസ് പോയ ടൈം t1 ആണ്, അവിടുത്തെ സ്പീഡ് v1, x2 ഡിസ്റ്റൻസിലെ ടൈം t2 ആണ്, സ്പീഡ് v2 ആണ്. അപ്പൊ അങ്ങനെയാണ് v ആവറേജ് കാണാൻ x1 plus x2 by t1 plus t2. ഇവിടെ എന്നിട്ട് ഈ മോളിൽ കൊടുത്തിരിക്കുന്നത് എന്താ? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിനെ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതാം. അപ്പൊ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക്. അതല്ല ഇത് ചെയ്യാനുള്ള ഓർഡർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് x1 plus x2 ആണ് ഡിവൈഡഡ് ബൈ ഇവിടെ താഴെയുള്ള ആരാ? ഡിനോമിനേറ്റർ ടൈം ആണ്. ടൈം കാണാൻ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അങ്ങനെ പല മെത്തേഡുകളിൽ ഇത് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ അത് ഡീറ്റെയിൽ ആക്കാം. ഇത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ടൈം ആവറേജ് സ്പീഡ്, അതുപോലെ ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതില് ടൈം ഇന്റർവൽ ഈക്വൽ ആണെങ്കിൽ നമ്മളിപ്പം പറയുവാണ് ആദ്യത്തെ അരമണിക്കൂർ v1 സ്പീഡ് പോയി, അടുത്ത അരമണിക്കൂർ v2 സ്പീഡ് പോയി. അപ്പൊ ആവറേജ് സ്പീഡ് കാണാൻ അവരുടെ അരിത്തമാറ്റിക് മീൻ എടുത്താൽ മതി. v1 plus v2 by 2 ആണ്. അതേപോലെ ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ഇവിടെ ഈക്വൽ ടൈം ഇന്റർവൽ ആണ്. അതുകൊണ്ടാണ് ടൈം ആവറേജ് സ്പീഡ്. അപ്പൊ അത് v1 plus v2 by 2. ടൈം ആവറേജ് സ്പീഡ് v1 plus v2 by 2. അറ്റ് ദ സെയിം ടൈം ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ആദ്യത്തെ അര കിലോമീറ്റർ ഇത്ര സ്പീഡ്, അടുത്ത അര കിലോമീറ്റർ ഇത്ര സ്പീഡ് എന്ന് പറഞ്ഞാൽ 2v1 v2 by v1 plus v2 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ദിസ് ഈസ് നോൺ ആസ് അരിത്തമാറ്റിക് മീൻ ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഹാർമോണിക് മീൻ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ആക്ച്വലി നിങ്ങൾ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. ഡെറിവേഷൻ ആയിട്ടൊന്നും അറിയണ്ട, പക്ഷെ 1-2 കാര്യങ്ങൾ പറഞ്ഞു വിടാം. ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ ടേം എന്താ? ആവറേജ് സ്പീഡിന്റെ ടൈം ആവറേജ് സ്പീഡ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ? ടൈം ആവറേജ് സ്പീഡ്, ടൈം ആവറേജ് സ്പീഡ് ശ്രദ്ധിച്ചിരിക്കണം. അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു കാറ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, എന്നിട്ട് നമ്മളോട് പറയുവാണ് എയിൽ നിന്ന് ബി വരെ, എയിൽ നിന്ന് ബി വരെ ട്രാവൽ ചെയ്ത സ്പീഡ് v1 ആണ്. അതിനെടുത്ത സമയം t1 ആണ്. ഓക്കെ, അതേപോലെ പറയാണ് ബിയിൽ നിന്ന് സിയിലേക്ക് ട്രാവൽ ചെയ്ത സ്പീഡ് v2 ആണ്. അതിനെടുത്ത സമയം t2 ആണ് എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ തന്നു? നമുക്ക് എന്തൊക്കെ തന്നു? സ്പീഡും തന്നു, ടൈമും തന്നു. അപ്പൊ സ്പീഡും ടൈമൂടെ തന്നാൽ ടൈം ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ഹെഡിങ്ങിലേക്ക് ഞാൻ ഉൾപ്പെടുത്തും. ഇനി ഇതേ സ്ഥാനത്ത് നമ്മളോട് പറയുകയാണ് അപ്പൊ അതാണ് ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ്, ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ്. അതായത് നമുക്ക് നോക്കാം, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. നിങ്ങൾ എയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നു, ബി വരെ എത്തി, പിന്നെ സി വരെ പോയി. അപ്പൊ എയിൽ നിന്ന് ബി വരെ നിങ്ങൾ ട്രാവൽ ചെയ്ത സ്പീഡ് v1 ആണ്, പോയ ദൂരം x1 ആണ്. അതേപോലെ ബിയിൽ നിന്ന് സി വരെ നിങ്ങൾ ട്രാവൽ ചെയ്ത സ്പീഡ് v2 ആണ്, നിങ്ങൾ പോയ ദൂരം x2 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ക്വാണ്ടിറ്റി തന്നു? ഡിസ്റ്റൻസും തന്നു, സ്പീഡും തന്നു. അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ് എന്ന് വിളിച്ചത്.
അതായത് ആ ഹെഡിങ്ങിനകത്തുള്ള, അല്ലാതെ ഇങ്ങനെ രണ്ട് സാധനങ്ങളൊന്നുമില്ല, ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചു വെക്കുന്നതാണ്. ടൈം ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഇത്രേ ഉള്ളൂ, ആ ക്വസ്റ്റ്യനകത്ത് ടൈമും സ്പീഡും തരും. ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസും സ്പീഡും തന്നിരിക്കണം. സ്പീഡ് എന്തായാലും തരും, മാൻഡേറ്ററി. ബാക്കി ഉള്ള വാല്യൂ നമ്മൾ നമ്മുടെ ഒരു പ്രാക്ടീസ് അനുസരിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ സ്പീഡും ടൈമും തന്നതെന്ന് വിചാരിക്കുക, നമുക്ക് വേണ്ടത് ആവറേജ് സ്പീഡുമാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താ? ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് x1 plus x2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം t1 plus t2 ആണ് അല്ലേ? അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് x1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും, ഈ കാണുന്ന ഡിസ്റ്റൻസ് x2 ആണെന്ന് അസ്യൂം ചെയ്യും. ഞാൻ വട്ടത്തിലിട്ട രണ്ടുപേര് അൺനോൺസ് ആണ്, ആ അൺനോൺസിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്പീഡ് ഇൻറ്റു ടൈം എന്ന് വിളിച്ചുകൂടെ മക്കളെ? അപ്പൊ x1നെ നിങ്ങൾക്ക് എന്തെന്ന് വിളിക്കാം? എക്സ് വി ഇൻറ്റു ടി ആണ്. x1 ആരാ? v1 t1. x2 ആരാ? v2 t2 ഡിവൈഡഡ് ബൈ t1 plus t2 എന്ന് എഴുതും. t1 plus t2 എന്ന് എഴുതും. ഇതാ ഇവിടോട്ട് ശ്രദ്ധിച്ചു, സോറി ഇവിടോട്ട് ശ്രദ്ധിച്ചു. v1 t1 plus v2 t2 ഡിവൈഡഡ് ബൈ t1 plus t2. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനിയും ക്വസ്റ്റ്യനകത്ത് അവർ പറയുവാണ്, ആദ്യത്തെ ഹാഫ് ടൈം ഇന്റർവെൽ, ആദ്യത്തെ പകുതി സമയം v1ഉം അടുത്ത പകുതി സമയം v2 ആണെങ്കിൽ t1ഉം t2 ഒക്കെ ഈക്വൽ ആയി. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ടൈം ഇന്റർവെൽ സെയിം ആണെങ്കിൽ t1 ഈക്വൽ ടു t2 ഈക്വൽ ടു t ആയി. അപ്പൊ ഇത് t ആണ്, ഇത് t ആണ്, ഇത് t പ്ലസ് t 2t ആണ്. അപ്പൊ ഈ ന്യൂമറേറ്ററിൽ നിന്ന് രണ്ട് t യുടെ അടുത്ത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. t1 ഈക്വൽ ടു t2 ഈക്വൽ ടു t വരുന്ന കേസാണ് പറയുന്നത്. അപ്പൊ t1 t ആണ്, ഇത് t ആണ്. അപ്പൊ t എടുത്ത് പുറത്തോട്ടിട്ടു. ഇത് t പ്ലസ് t 2t ആണ്. അപ്പൊ പുറത്തോട്ടിട്ട ടിയും ഈ താഴത്തെ ടിയുടെ വെട്ടിക്കളയാം. സോ അവിടുന്ന് നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? v1 പ്ലസ് v2 ബൈ 2 ആണ്. ഇമ്പോർട്ടന്റ്. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇനി ഇത് പല രീതിയിൽ പറയാം. n ടൈം ഇന്റർവൽ ഉണ്ടെങ്കിൽ v1 പ്ലസ് v2 പ്ലസ് എക്സെട്രാ ടു vn ബൈ n. പക്ഷെ ടൈം ഇന്റർവലുകൾ ഈക്വൽ ആയിരിക്കണം. അപ്പൊ അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഇത് ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ടൈം ഇന്റർവൽ ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ മീൻ എടുക്കുന്നുള്ള വാല്യൂ നിങ്ങൾ ഉറപ്പായിട്ട് അത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. കാരണം അത് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി അത് അറിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അതേപോലെ ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡാണ്. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് x1 പ്ലസ് x2 ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം t1 പ്ലസ് t2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് തരാത്തത് ടൈം ഇന്റർവെല് t1ഉം അതേപോലെ ഈ ടൈം ഇന്റർവെല് t2ഉമാണ് നമുക്ക് അൺനോൺസ്. അത് രണ്ടുമാണ് അറിയാത്തത്. അപ്പൊ ഇതേ ഇക്വേഷൻ നമ്മൾ അവിടെ യൂസ് ചെയ്യും. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് സോറിടാ, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആവറേജ് സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ നിന്നോട്ടെ, x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ ടൈം ആണ് അറിയാത്തത്. അപ്പൊ ടി എക്സ് ബൈ വി ആണെങ്കിൽ t1ന് പകരം എന്ത് എഴുതാം? x1 ഡിവൈഡഡ് ബൈ v1 പ്ലസ് ഇതിന് പകരം x2 ഡിവൈഡഡ് ബൈ v2 എന്ന് എഴുതും. അത്രേ ഉള്ളൂ. ക്ലിയർ? ക്ലിയർ. ഇനി നമുക്ക് എന്താ കണ്ടീഷൻ? ഇവിടെ നമ്മൾ എടുത്ത പോലെ if t1 ഈക്വൽ ടു t2 ഈക്വൽ ടു t. അപ്പൊ അത് ടൈം ആവറേജ് സ്പീഡ്, ടൈമിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ്. അപ്പൊ ഇവിടെ ആരെ പറ്റി സംസാരിക്കണം? ഡിസ്റ്റൻസിനെ പറ്റി സംസാരിക്കണം. അപ്പൊ നമുക്ക് പറയുവാണ് if x1 ഈക്വൽ ടു x2 ഈക്വൽ ടു x ആണെങ്കിൽ, അതായത് എല്ലാ ഡിസ്റ്റൻസുകളും സെയിം ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? ആവറേജ് സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2. x ആണ്, രണ്ടും x ആണ്. അപ്പൊ x പ്ലസ് x 2x ഡിവൈഡഡ് ബൈ ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്. x ഇങ്ങ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ x ഇൻറ്റു 1 ബൈ v1 പ്ലസ് 1 ബൈ v2 എന്ന് വരും. അപ്പൊ ഇവിടുന്ന് ഒരു എക്സും എക്സും കട്ടായി ക്രോസ് മൾട്ടിപ്ലൈ v2 v1 ബൈ v1 v2. ആ v1 v2 മോളിൽ കൊടുക്കുന്നു. അപ്പൊ എന്നാ വരും? 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഇതാണ് ഹാർമോണിക് മീൻ. 2v1 v2 ബൈ v1 പ്ലസ് v2 ഹാർമോണിക് മീൻ. ഇതാണ് അരിത്തമെറ്റിക് മീൻ. ക്ലിയർ? ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഈ കോൺസെപ്റ്റ് ആണ് ഇവിടെ രണ്ടും എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ടൈം ഇന്റർവെൽ സെയിം ആണെങ്കിൽ അരിത്തമെറ്റിക് മീൻ എടുക്കുക, ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഹാർമോണിക് മീൻ എടുക്കുക. ക്ലിയർ? ഓക്കെ ആണ്.
എടാ ഇത് പക്കയായിട്ട് മനസ്സിലായില്ല, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. യെസ് യെസ് യെസ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ വെഹിക്കിൾ ട്രാവൽ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അത് ഇക്വേഷൻ ഏതാ? ടൈം ആണെങ്കിൽ ഓർത്ത് നോക്കുക. നമ്മൾ ആദ്യം നമ്മുടെ പ്രധാനപ്പെട്ട ആള് നമുക്കൊക്കെ സമയമാണ് വലുത്. നമ്മൾ ആദ്യം പറഞ്ഞത് സമയത്തെ പറ്റിയാണ്. അപ്പൊ സമയത്തിന്റെ ഈക്വൽ ആണ് വരുന്നതെങ്കിൽ V1 + V2/2 ആണ്. അടുത്തത് ഡിസ്റ്റൻസ് ഈക്വൽ ആകുന്നതാണെങ്കിൽ 2V1 V2/V1 + V2 ആണ്. ഇവിടെ എ വെഹിക്കിൾ ട്രാവൽ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്. കണ്ടോ, ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ അത് നിങ്ങളോട് മുൻകൂട്ടി പറയുകയാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കീ പോയിന്റ്സുകൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ വെക്കുക, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ചോളുക, ഒന്ന് മൈൻഡിലോട്ട് നോട്ടീസ് ചെയ്യുക. ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്, കൺഫ്യൂഷൻ വരരുത്. അപ്പൊ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ആകുമ്പോൾ വി ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. 2V1 V2 divided by V1 + V2 ആണ്. അപ്പൊ which is equal to 2 into half of the distance with the speed V and the remaining distance, remaining എന്ന് പറഞ്ഞാൽ അടുത്ത ഹാഫ്, with the speed 2V ആണ്. ഓക്കെ, അപ്പം 2 into V1 എന്ന് പറഞ്ഞാൽ V ആണ്, V2 എന്ന് പറഞ്ഞാൽ 2V ആണ്, ഡിവൈഡഡ് ബൈ V1 + V2, അതായത് V + 2V, ദാറ്റ് ഈസ് ഈക്വൽ ടു 3V എന്ന് കിട്ടും. അപ്പൊ ഇവിടുന്ന് ഒരു V രണ്ടും കട്ട് ചെയ്ത് കളയാം. സോ 4V/3 എന്ന് കിട്ടും. 4V/3 ഓപ്ഷൻ 2 എടുക്കാം. ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ പാർട്ടിക്കിൾ കവർ ഹാഫ് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് V1 ആൻഡ് റിമൈനിങ് റെസ്റ്റ് ഓഫ് ദ ഹാഫ്. അപ്പൊ അത് 2V1 V2/V1 + V2. ഡയറക്റ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ കേട്ടോ. അടുത്തത്, എ പാർട്ടിക്കിൾ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ കവർ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് 12 m/s. ദ അതർ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് കവേർഡ്. ഇതൊക്കെ വായിച്ചങ്ങ് തെറ്റിക്കരുത്. ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് 12 ആയിക്കോട്ടെ. ദ അതർ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 2 ഈക്വൽ ടൈം ഇന്റർവൽ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഇതാണ്. അതില് എയിൽ നിന്ന് ബി വരെ അതാണ് ഹാഫ് ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞ് സി വരെ റിമൈനിങ് ഹാഫ്. അതിൽ ഫസ്റ്റ് ഹാഫിൽ പോയ സ്പീഡ് V1, ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് പോയ സ്പീഡ് V1. പിന്നെ അത് കഴിഞ്ഞ് റിമൈനിങ് ഹാഫ് ഡിസ്റ്റൻസ് BC ഉണ്ടല്ലോ, അവിടെ പിന്നെ ടൈം ഇന്റർവെലിന്റെ ഷെയറിംഗ് ആണ് നടന്നത്. 2 ഈക്വൽ ടൈം ഇന്റർവെൽ വിത്ത് എ സ്പീഡ് 4.5 ആൻഡ് 7.5. പിന്നെ ഇവിടെ ഈ പകുതി ഡിസ്റ്റൻസ് BCയിൽ ആദ്യത്തെ ഹാഫ് ടൈം ഇന്റർവെൽ എന്ന് പറയുമ്പോൾ നമുക്ക് T/2 എന്ന് എടുക്കാം, അല്ലെങ്കിൽ T എന്ന് എടുത്താൽ മതി. ആദ്യത്തെ ഹാഫ് ടൈം ഇന്റർവെൽ T, അടുത്ത ഹാഫ് ടൈം ഇന്റർവെലും T തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ സ്പീഡ് V2 ആണ്, ഇവിടുത്തെ സ്പീഡ് V3 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ടൈം ഇന്റർവെൽ ആണ് ഷെയർ ചെയ്യപ്പെട്ടത്. അപ്പൊ ടൈം ഇന്റർവെൽ ആണ് ഷെയർ ചെയ്യപ്പെട്ടതെങ്കിൽ ആ BCയിലുള്ള ആവറേജ് സ്പീഡ് ടൈം ഇന്റർവെൽ ഷെയർ ചെയ്യപ്പെട്ടത് കൊണ്ട് V2 + V3/2 ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. V2 + V3/2. അപ്പൊ V2 എത്രയാ മക്കളെ? V2 4.5 ആണ്. ടൈം ഇന്റർവെൽ ഷെയർ ചെയ്താൽ ഇതാണല്ലോ ഇക്വേഷൻ. അപ്പൊ 4.5 + 7.5 ഡിവൈഡഡ് ബൈ 2. 7 1/2 8 4 12/2. 12/2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ ഞാൻ അവനെ V' എന്നങ്ങ് വിളിക്കാം. V'. അതായത് ഇവിടുത്തെ ടോട്ടൽ ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടി. ചുമ്മാ ആഡ് ചെയ്തിട്ട് അരിത്തമെറ്റിക് മീൻ എടുത്തു. 4.5 + 7.5/2. ഓക്കെ, 6 എന്ന് കിട്ടി. ഇനി എന്താ സംഭവിച്ചത്? ഇനിയും സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ വരയ്ക്കുന്നു. എയിൽ നിന്ന് ആദ്യത്തെ ഹാഫ് ഡിസ്റ്റൻസ് ആയ ബി വരെയുള്ള സ്പീഡ് വിയും, ബിയിൽ നിന്ന് സി വരെയുള്ള അടുത്ത ഹാഫ് ഡിസ്റ്റൻസിന്റെ സ്പീഡ് V' ആണ് നമ്മളിപ്പോ കണ്ടുവച്ചു. അവര് സ്പ്ലിറ്റ് ചെയ്താ തന്നത്, പക്ഷെ നമ്മൾ V' കണ്ടുവച്ചു. ഇവിടുത്തെ ആവറേജ് V' കിട്ടി. അപ്പൊ ബി തൊട്ട് സി വരെയുള്ള ആവറേജ് സ്പീഡ് V' ആണ്. ഇപ്പൊ റൈറ്റ് നൗ ഇത് എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതും എക്സ് ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഫൈനലി നമുക്ക് AC, ഇനി ഞാൻ AC ഡിസ്റ്റൻസിന്റെ ആവറേജ് സ്പീഡ് കാണാൻ പോകും. സോ V ആവറേജ്, ടോട്ടൽ V ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? 2V1 V2/V1 + V2. അപ്പൊ 2 into V1 എന്ന് പറഞ്ഞാൽ V ആണ്. ഇവിടെ V1 ആയിരുന്നു, അപ്പൊ ഇതും V1 എന്ന് തന്നെ വിളിക്കാം, തെറ്റിക്കണ്ട. അപ്പം V1 ആണ്. 2V1 V2 ദാറ്റ് ഈസ് V' ഡിവൈഡഡ് ബൈ V1 + V' വിച്ച് ഈസ് ഈക്വൽ ടു 2 into V1 എത്രയാണ്? V1 ഫസ്റ്റ് സ്പീഡ് എത്രയായിരുന്നു മക്കളെ? 12 ആണ്. ഫസ്റ്റ് സ്പീഡ് 12 ആണ്. V' 6 എന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ 12 + 6 ദാറ്റ് ഈസ് 18. അപ്പൊ ഇതും ഇതൂടെ കട്ട് ചെയ്താൽ താഴെ 3 എന്ന് കിട്ടും. 3ഉം ഇതൂടെ കട്ട് ചെയ്താൽ 4 എന്ന് കിട്ടും അല്ലെ? ഇപ്പൊ 4 × 2 8 m/s എന്ന് കിട്ടും.
8 മീറ്റർ/സെക്കൻഡ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവണം. ഓപ്ഷൻ 1 ആണ്. ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കാർ മൂവിംഗ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് കവർ 1/3 ഓഫ് ദ സർട്ടൺ ഡിസ്റ്റൻസ് വിത്ത് 20 കിലോമീറ്റർ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് 60 കിലോമീറ്റർ. കണ്ടോ, ഇത് ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കോൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക. എല്ലാത്തിന്റെയും കൂടി ഇക്വേഷൻ അവർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 3x ആണെന്ന് എടുക്കും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. എത്ര 1/3 എന്ന് പറഞ്ഞു, അതുകൊണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് 3x എന്ന് എടുത്തു. ഇനി നിങ്ങൾക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് x എന്ന് എടുക്കാം. അപ്പൊ 1/3 x/3 എന്ന് എടുക്കണം. ഇതെന്താ, ഇപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 3x എന്ന് എടുത്താൽ എ കാർ മൂവിംഗ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് കവർ 1/3 ഓഫ് ദ സർട്ടൺ ഡിസ്റ്റൻസ് വിത്ത് 20 കിലോമീറ്റർ/അവർ. 1/3. അപ്പൊ 1/3 എന്ന് പറയുമ്പോൾ x ആണ്. ഇവിടുത്തെ സ്പീഡ് 20 കിലോമീറ്റർ/അവർ ആണ്. ഓക്കെ. അടുത്തത് എന്താ, ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ/അവർ. റെസ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കി എത്ര ഉണ്ട്, ആ ബാക്കിയുള്ള ഡിസ്റ്റൻസ് 2x ആണ്. 2x ആണ് അല്ലെ. അതെത്ര സ്പീഡ്, 60 കിലോമീറ്റർ/അവർ ആണ്. 60 കിലോമീറ്റർ/അവർ ആണ്. ഓക്കെ. ചോദിച്ചിരിക്കുന്നത് എന്ത് കാണാനാ, ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ്. ഇവിടെ ടൈം ഇന്റർവൽ ഈക്വൽ അല്ല. ടൈം ഇന്റർവൽ ഈക്വൽ അല്ല. ഡിസ്റ്റൻസും ഈക്വൽ അല്ല. അങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇത് എങ്ങനെ വെച്ച് ചെയ്യാം. ആവറേജ് സ്പീഡ് കാണാൻ, വി ആവറേജ് കാണാൻ നമുക്കറിയാവുന്ന ജനറൽ ഇക്വേഷൻ എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. നമുക്കറിയാവുന്ന ഇക്വേഷൻ അതാ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ, എക്സ് പ്ലസ് 2x, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് 3x ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. എനിക്ക് അറിയത്തില്ല. അപ്പൊ ടൈം T1 പ്ലസ് T2 എന്ന് ഞാൻ എഴുതും. അപ്പൊ അതെ, ഈ 20 എടുത്ത ടൈമാണ് T1, 60 എടുത്ത ടൈമാണ് T2. ഇതിലാർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നമുക്കറിയാത്ത അൺനോൺ ആരാ, ടോട്ടൽ ഡിസ്റ്റൻസ് 3x ആണ്. അപ്പൊ ടൈമിനെയും കൂടെ എക്സിന്റെ ടൈമിൽ കൊണ്ടുവന്നാൽ മതി അല്ലെ. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഇവിടുന്ന് എനിക്ക് എന്ത് എഴുതാം, ടൈം എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതിക്കൂടെ. ടൈമിനെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതാം. അപ്പൊ ഇവിടുത്തെ ടൈം T1 അല്ലേ. T1 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിസ്റ്റൻസ് x ആണ്, സ്പീഡ് 20 ആണ് അല്ലെ. കിലോമീറ്റർ/അവർ തന്നെയാണ് ഓപ്ഷൻ. സ്പീഡ് 20 ആണ്. അടുത്ത T2 കണ്ടുപിടിക്കാം. T2 എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ, 2x ആണ്, സ്പീഡ് 60 ആണ്. എന്ന് പറഞ്ഞാൽ അത് x/30 ആണ് അല്ലെ. T1 ഡിസ്റ്റൻസ്, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ആണ്, സ്പീഡ് 20 ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2x ആണ്, സ്പീഡ് 60 ആണ്. സോ x/30 എന്ന് കിട്ടി. സോ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. യെസ്, ബാ. അപ്പൊ എത്ര വരും, ന്യൂമറേറ്ററിൽ 3x എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ T1 എത്രയാ, x/20 പ്ലസ് T2 എത്രയാണ്, 2x/60 ആയിരുന്നു, ദാറ്റ് ഈസ് x/30. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് x എല്ലാം എടുത്ത് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഈ എക്സും കളയാം. ഈ x കോമൺ ആയിട്ട് പുറത്തെടുത്തു. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ 30 + 20 50 ഡിവൈഡഡ് ബൈ 30 × 20 60 600. അപ്പൊ ഒരു 0 കട്ട് ചെയ്യാം ആണോ. അപ്പൊ ഈ 60 മോളിപ്പോ അല്ലെ, കറക്റ്റ് അല്ലടാ മക്കളെ. 30 + 20 50 ഡിവൈഡഡ് ബൈ 3 × 2 6 2 0. കറക്റ്റ് ആണ്. 0 കട്ട് ചെയ്യാം. 60 മോളിപ്പോ അല്ലെ, 60 മോളിപ്പോ. അപ്പൊ എത്ര വരും, ഇത് ഇനിയും കട്ട് ചെയ്യാവേ. 3 × 60/5. അപ്പൊ ഇത് എത്ര വരും, 12 5 60 അല്ലെ. 12 5 ആണ് 60. അപ്പൊ ഇത് 12 എന്ന് കിട്ടി. 12 × 3 36. 36 km/h. 36 km/h. അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. യെസ്, ഫോർത്ത് ഓപ്ഷൻ എടുക്കാം. നമുക്ക് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പൊ ഇത് ഞാൻ ആക്ച്വലി ഇത് ഇങ്ങനെ ചെയ്ത് കാണിച്ചത്, ഇത് പല മെത്തേഡിൽ ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്ത് കാണിച്ചത് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇക്വേഷൻ കാണാതെ അറിയില്ലെങ്കിലും, അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് വെറുതെ ഇക്വേഷൻ മാത്രം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യരുത്. എപ്പോഴും പറയാറുണ്ട്, ഇക്വേഷൻ മാത്രം വെറുതെ കാണാതെ പഠിച്ചുകൊണ്ട് എക്സാം ഹാളിലോട്ട് പോകരുത്. ഇക്വേഷൻ പഠിക്കുന്നതോടൊപ്പം അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നല്ല കോൺഫിഡൻസിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ടൈമിലേക്ക് കടക്കാം. വെലോസിറ്റി നോക്കിക്കട മക്കളെ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോൺ ആസ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഒബ്വിയസ്ലി വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റിന് 0 ആവാൻ പറ്റും, പോസിറ്റീവ് ആവാൻ പറ്റും, നെഗറ്റീവ് ആവാൻ പറ്റും. അതേപോലെ തന്നെ വെലോസിറ്റിക്ക് 0 ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം.
ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് സ്പീഡിൽ പോകും, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വലത്തോട്ട് പോയി, ഇടത്തോട്ട് വന്നു. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ വെക്ടർ ആയതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് പ്ലസ് ഒറിജിനിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് പോയി, അപ്പൊ അതിന്റെ വെലോസിറ്റി നമ്മൾ പോസിറ്റീവ് എന്ന് എടുത്താൽ തിരിച്ചു വരുമ്പോൾ അതിന്റെ വെലോസിറ്റി നമ്മൾ നെഗറ്റീവ് ആക്കി മാറ്റും. അങ്ങനെ ഡയറക്ഷൻ ഒക്കെ എടുക്കാൻ പറ്റും. യൂണിറ്റുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റിയും നമുക്ക് സ്പീഡ് ഡിവൈഡ് ചെയ്ത പോലെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. യൂണിഫോം, വേരിയബിൾ അല്ലെങ്കിൽ നോൺ യൂണിഫോം, ഇൻസ്റ്റന്റേനിയസ്, ആവറേജ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ടൈം ഇന്റർവൽ. യൂണിഫോം സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരുന്നു, ഇത് ഇവിടെ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ടൈം ഇന്റർവൽ, ഇവിടെ അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ടൈം ഇന്റർവൽ. Instantaneous velocity is the velocity of an object or a particle or a vehicle at that instant. ആ മൊമെന്റിൽ കാണുന്ന വെലോസിറ്റി. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് v instantaneous which is equal to dx by dt. ഡിഫറൻഷിയേറ്റ് ഫോം ആണ് എടുക്കുന്നത്. Average velocity is the ratio of total displacement to the total time interval ആണ്. ഓരോന്നിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനെ പറ്റിയും വളരെ. ആൻ ഒബ്ജക്ട് മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒരു ഒബ്ജക്ട് യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി, അപ്പോൾ ബേസിലെ ആക്സലറേഷൻ 0 ആവും. അത് ആക്സലറേഷൻ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ദ ഒബ്ജക്ട് കവർ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സിൻസ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ സ്പീഡ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, സിൻസ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ സ്പീഡ്. ചേഞ്ച് ഇൻ സ്പീഡ് ഇല്ല. ചേഞ്ച് ഇൻ സ്പീഡ് ഇല്ലെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. കാര്യം വെലോസിറ്റി വരാൻ, വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാ? വെലോസിറ്റി എന്ന് പറയാം, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് അത് ഇങ്ങനെ പഠിച്ചു വെക്കാം, ഒന്ന് മനസ്സിലാക്കിക്കാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയാം, സ്പീഡ് പ്ലസ് ഡയറക്ഷനാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡ് പ്ലസ് ഡയറക്ഷനാണ്. സ്പീഡും ഉണ്ട്, അതിന്റെ കൂടെ ഡയറക്ഷനോടെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് അത് വെലോസിറ്റി ആയിട്ട് മാറുന്നത്. ഇപ്പൊ യൂണിഫോം വെലോസിറ്റിയിൽ ഒരു കാറ് ഒരു യൂണിഫോം സ്പീഡിൽ ഇങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിന്റെ യൂണിഫോം മോഷനാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വെലോസിറ്റി, അല്ലെങ്കിൽ എങ്ങനെ പറയാണ്, ഇതിന്റെ വെലോസിറ്റി v1 ആണെന്ന് അസ്യൂം ചെയ്യുക. v1, ഈ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് അതിന്റെ ഡയറക്ഷൻ ഒന്ന് തിരിച്ചാൽ, ഡയറക്ഷൻ തിരിഞ്ഞു, ഡയറക്ഷൻ മാറി, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ നമുക്കറിയാം, ഒരു വെക്ടർ ക്വാണ്ടിറ്റീനെ മാറ്റാൻ അതിന്റെ മാഗ്നിറ്റ്യൂഡും അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷനും അല്ലെങ്കിൽ രണ്ടും മാറുകയോ ചെയ്താൽ മതി. അപ്പൊ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ പോലും ഡയറക്ഷൻ അഫക്ട് ചെയ്താൽ ഉറപ്പായിട്ടും വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ അത് അഫക്ട് ചെയ്യും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വേരിയബിൾ വെലോസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോൺ യൂണിഫോം എന്ന് വെച്ചാൽ അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. സിൻസ് വെലോസിറ്റി ഈസ് ചേഞ്ചിങ് ദ ഒബ്ജക്ട് ഈസ് ആക്സലറേറ്റിംഗ്. വെലോസിറ്റി വേരിയബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് എന്ത് ചെയ്യും? ആക്സലറേറ്റ് ചെയ്യും. അത് ആക്സലറേഷനിൽ നമ്മൾ പഠിക്കും. ആക്സലറേഷൻ ക്യാൻ ബി പോസിറ്റീവ്, ആക്സലറേഷൻ ക്യാൻ ബി നെഗറ്റീവ്, ആക്സലറേഷൻ ക്യാൻ ബി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചൊക്കെ മാറാം. ആക്സലറേഷനെ പറ്റി നമ്മൾ ആക്സലറേഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ആണ്. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് ഫോം. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ഇന്റർവൽ ആണ്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പക്ഷെ പ്രോബ്ലമാറ്റിക് സൈഡിലേക്ക് വരുമ്പോഴാണ് കുറച്ച് പെടാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നാലേ കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ. എ മാൻ walk for some time t with a velocity v due to east. Then he walks for same time with a velocity v due to north. അപ്പൊ ഡയറക്ഷൻ അറിയാം. ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരുന്ന ഇത് ഡയറക്ഷൻ തെറ്റിക്കരുത് കേട്ടോ. ഈ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയും, തെക്ക് വടക്ക് നടക്കുന്ന എന്റെ ജീവിതത്തിന്റെ കുറുകെ വന്നവളാണ് എന്റെ ഭാര്യ. തെക്ക് വടക്ക് നടന്ന എന്റെ ജീവിതത്തിന് കുറുകെ വന്നവളാണ് എന്റെ ഭാര്യ. അപ്പൊ തെക്ക് വടക്കാണിത്, അതിന്റെ കുറുകെ വന്ന ആള് വൈഫാണ്. വൈഫിന്റെ ഈ ഐയും എഫും കളഞ്ഞാൽ മതി. നിങ്ങൾക്കിപ്പോ വൈഫില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. കോഡിങ്ങിനൊക്കെ പഠിച്ചു വെക്കാം. വെസ്റ്റ് ഈസ്റ്റ് തെറ്റിക്കുന്നവർക്ക് വേണ്ടി, തെറ്റരുത്. ഞാനൊക്കെ തെറ്റിക്കരുത്, അന്നേരം തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ഓർത്ത് വെച്ചതാണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അത് ഉപകരിക്കും. എ മാൻ വാക്സ് ഫോർ സം ടൈം ടി വിത്ത് എ വെലോസിറ്റി ഡ്യൂ ടു ഈസ്റ്റ്. അപ്പൊ ഒറിജിനിൽ നിന്നും ഡ്യൂ ടു ഈസ്റ്റ്
ഈസ്റ്റിലോട്ട് പോട്ടെ. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്യൂ ടു ഈസ്റ്റ്. Then he walks for sometimes t with a velocity v due to north. Due north, നോർത്തിലോട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, വെലോസിറ്റി v ആണ്, എടുത്ത ടൈം t ആണ്. എഗെയിൻ എടുത്ത വെലോസിറ്റി v തന്നെയാണ്, ടൈം t തന്നെയാണ്. അപ്പൊ ഇങ്ങോട്ടാണ് ഞാൻ ട്രാവൽ ചെയ്ത വെലോസിറ്റി v, ഞാൻ ട്രാവൽ ചെയ്ത ടൈം t ആണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയ വെലോസിറ്റി v, ടൈം t തന്നെയാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് s ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും s തന്നെ ആയിരിക്കും. കാര്യം വെലോസിറ്റി സെയിം ആണ്, ടൈം ഇന്റർവെൽ സെയിം ആണ്. ഓക്കെ, എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദി ആവറേജ് വെലോസിറ്റി ഓഫ് ദ മാൻ, ആവറേജ് വെലോസിറ്റി വി ആവറേജ്. മക്കളെ, ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ആവറേജ് അങ്ങനെയല്ലേ പഠിച്ചത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കണം എടാ മക്കളെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞുകൂടെ, ഇവിടെ അദ്ദേഹം ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് അല്ലേ? എയിൽ നിന്ന് ട്രാവൽ ചെയ്ത അദ്ദേഹം ബി വഴി സിയിലെത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് എ സി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എ സി ആണ്. അപ്പൊ ഇത് എസും ഇത് എസും ആണെങ്കിൽ ഇതെന്താ? ഇത് √2s ആണ്. √2s ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് √2s ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈം ടി എടുത്തായിരുന്നു, ഇവിടെ ടൈം ടി എടുത്തായിരുന്നു. അപ്പൊ എയിൽ നിന്ന് സിയിൽ എടുത്ത സമയം അത് 2t ആണ്. 2t ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഓപ്ഷൻ ഒക്കെ വിയില്ല. എസ് എന്ന് പറഞ്ഞ ടേം റീപ്ലേസ് ചെയ്യപ്പെടണം. എസ് അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എസ്സിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? പല രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ടൈമിനെ അങ്ങ് റീപ്ലേസ് ചെയ്യുക. ഒരു ഓപ്ഷനകത്ത് ടൈം ഒന്നുമില്ല. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് √2s ആണ്. എസ് √2s ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം t പ്ലസ് t 2t ആണ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ എനിക്ക് ഇവിടുന്ന് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി എന്ന് എഴുതാം. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി എന്ന് എഴുതാം. അപ്പൊ എന്റെ ഈ വാല്യൂ എങ്ങനെ എഴുതാം? √2s ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടിക്ക് പകരം ഞാൻ എസ് ബൈ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എസ് ബൈ വി. അപ്പൊ ഈ എസ് എസും കട്ടായി പോകും. അപ്പൊ വി മോളിൽ പോകും. സോ √2v ബൈ 2. അപ്പൊ √2 2 കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു v ബൈ √2. v ബൈ √2. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ വെലോസിറ്റി ടൈം ഒക്കെ എഴുതി ഇങ്ങനെ കൊണ്ട് പിന്നെ ടൈമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരാളുടെ മെന്റാലിറ്റി ഡിഫറൻ്റാണ്. ക്ലാസ് എടുക്കാൻ നിൽക്കുന്ന അധ്യാപകന്റെ മെന്റാലിറ്റി ഡിഫറൻ്റാണ്. നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് ഇങ്ങനെ ലൈവായിട്ടോ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിലോ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലോ ക്ലാസ് എടുക്കുമ്പം ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ. കാര്യം വേറൊന്നും ആലോചിക്കാനൊന്നുമില്ല, ഇത് മാത്രം ഇങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്താഗതി, ഞാൻ പറയുന്നത് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ, പ്രോപ്പറായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ, നമ്മൾ പറയുന്ന കൺസെപ്റ്റ് അവരിലേക്ക് ഡെലിവർ ആയെന്നൊക്കെ ഉള്ള പല ചിന്തകളിലൂടെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ചിലപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആലോചിച്ചെടുക്കാൻ ഇതായിരിക്കും. പക്ഷെ ഇതുപോലൊന്നുമുള്ള ഒരു ആംബിയൻസ് അല്ല എക്സാം ഹോൾ. എക്സാം ഹോൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ അൾട്ടിമേറ്റ് സ്വപ്നം എങ്ങനെ കൈക്കലാക്കാം, എൻട്രൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിന് ഞാൻ ഈ വരാൻ പോകുന്ന എന്റെ എക്സാം ടൈമായ 3 മണിക്കൂറിൽ ഒരു നിമിഷം കളയാൻ പാടില്ല. അത്ര കോൺഫിഡൻസിൽ അവിടെ ഇരുന്ന് എഴുതുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് പക്ഷെ എത്ര ആറ്റിറ്റ്യൂഡ് ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മര്യാദയ്ക്ക് പഠിക്കാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണ്, പക്ഷെ എനിക്കൊരു ഒന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക, എത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നു അത് നിങ്ങളെ സ്ട്രോങ് ആക്കും. ഒരു ചാപ്റ്റർ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചുമ്മാ പഠിച്ച് റിവിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം ഉറപ്പായിട്ട് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാതെ ഒരു കാരണവും ഒരു കാര്യം ഓർത്തിരിക്കത്തില്ല. പഠിച്ചതൊന്നും ആരും കംപ്ലീറ്റ്ലി ഓർത്തിരിക്കില്ല, മറക്കും. അപ്പൊ അതിനാണ് ഈ വൺ ഷോട്ട് സീരീസുകളും അതുപോലെ ലാസ്റ്റ് ക്രാഷ് പ്രോഗ്രാമുകളും ഒക്കെ അതിനുവേണ്ടി മാത്രമാണ്, ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു വൺ ഷോട്ട് സീരീസ് മാത്രം പഠിച്ചത് കൊണ്ട് എൻട്രൻസ് കിട്ടുക എന്നുള്ളതല്ല. വൺ ഷോട്ട് സീരീസും ക്രാഷ് പ്രോഗ്രാമുകളും ഒക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? നിങ്ങൾ പഠിച്ചു, ഓൾറെഡി കുറെയൊക്കെ പഠിച്ച് കാര്യങ്ങൾ അറിയാം, അതൊരു ഓർമ്മപ്പെടുത്തലിന് നിങ്ങളെ സഹായിക്കുന്ന ക്ലാസ്സുകളാണ്. പക്ഷേ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ട നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പം നിങ്ങൾക്കറിയാം, ചിലർ കൺസിസ്റ്റന്റ് ആയിട്ട് 720, 600, 650 പ്ലസ് വാങ്ങും. കാരണം അവര് ഉടനെ 500 വാങ്ങിയ കുട്ടിക്ക് ആ 650 ഉള്ള കുട്ടിയെക്കാളും ബുദ്ധി കുറവാണെന്നല്ല. സത്യത്തിൽ നമ്മളതിൽ മനസ്സിലാക്കുന്നത്, എനിക്ക് മനസ്സിലായ ഒരു കാര്യം,
അവർക്ക് ഫെമിലിയാരിറ്റി കൂടി. അതായത് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ കണ്ടത്, നിങ്ങളെന്നല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ചിലപ്പോൾ നിങ്ങളായിരിക്കും ഈ 650+ നിൽക്കുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞു വന്നത്, ഈ 650+ വാങ്ങുന്ന കുട്ടി എന്ന് പറയുന്ന ആള് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ട് ഫെമിലിയറാ, ഇതുമായിട്ട് ഫെമിലിയറാ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേ അവന്, ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അവന് ഇതിലതാണ്, ഇങ്ങനെയാണ് ഓർക്കും. ഫെമിലിയർ അല്ലാത്ത ആള് ഇത് എങ്ങനെയാ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ആളുടെ സമയം അതിക്രമിച്ചു പോകും. അതാണ് അവിടുത്തെ വില്ലൻ. 10 മണിക്കൂർ തന്നിട്ട് നീറ്റ് എക്സാം എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും 720 വാങ്ങും. സത്യമല്ലേ? സമയം ഒരുപാട് കിടക്കേ ആവും. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ ആ ലിമിറ്റഡ് ടൈമിൽ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണ്. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചിരിക്കണം. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കാർ റൺ അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ് ഓൺ എ സർക്കുലർ ട്രാക്ക്. കോൺസ്റ്റന്റ് സ്പീഡ് ഓൺ എ സർക്കുലർ ട്രാക്ക്. കോൺസ്റ്റന്റ് സ്പീഡ് ഓൺ എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 10 മീറ്റർ. ഇതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 10 മീറ്റർ ആണ്. ഓക്കെ. ടേക്കിംഗ് 6.2 സെക്കൻഡ് ഓൺ ഈച്ച് ലാപ്പ്. ഒരു തവണ കറങ്ങി വരാൻ 6.2 സെക്കൻഡ് എടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടും ഇല്ല. അതേപോലെ തന്നെ ഈ പടത്തിന്റെ ആവശ്യം ഉണ്ടോയെന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ ഫിഗർ അങ്ങ് വരച്ചത്, എനിക്കിനിയും കൺഫ്യൂഷൻ ഇല്ല, ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കാനാണ് ആ ഫിഗർ അങ്ങ് പെട്ടെന്ന് വരയ്ക്കുന്നത്. അപ്പൊ 10 മീറ്റർ റേഡിയസ് ആണ്, 6.2 സെക്കൻഡ് ആണ് ഓൺ ഈച്ച് ലാപ്പ്. ഓക്കെ. ദ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഫോർ ഈച്ച് കംപ്ലീറ്റ് ലാപ്പ്. ആവറേജ് സ്പീഡും വേണം, ആവറേജ് വെലോസിറ്റി വേണം. ഓക്കെ, വാ നമുക്ക് നോക്കാം. ആദ്യം ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യും. മക്കളെ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഡിവൈഡഡ് ബൈ ടൈം ആണ്. ടോട്ടൽ ടൈം ആണ്. ഓക്കെ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 2πr ഡിവൈഡഡ് ബൈ ടൈം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഓപ്ഷൻസ് പൈയിലൊന്നും അല്ലല്ലോ, സർക്കുലർ ട്രാക്ക് ആണ്, 2πr ആണ് അല്ലേ? യെസ്. സോ 2 ഇൻറ്റു പൈ 3.14 ഇൻറ്റു r 10 ആണ്, ഡിവൈഡഡ് ബൈ ടൈം എത്ര മക്കളെ? 6.28 ആണ്. 6.28 ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഈ വാല്യൂ കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടാനൊന്നും ഇല്ല. ഇവനെയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ താഴെ 2 കിട്ടും. അപ്പൊ ഇത് രണ്ടും ഇത് 2 കട്ട് ചെയ്തു, എത്ര കിട്ടി? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്തത് എന്താ വേണ്ടത്? ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. സർക്കുലർ ട്രാക്ക് കറങ്ങി കഴിയുമ്പോഴത്തേക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവും. സോ ഉറപ്പായിട്ടും ആവറേജ് വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ആവറേജ് സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റി 0, സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ 2 എടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. യെസ്, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ആക്സിലറേഷൻ. നമുക്കറിയാം, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. സിംപ്ലി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം എന്ന്. ഇനിയും ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ആക്സിലറേറ്റിംഗ്. അപ്പൊ അത് ആക്സിലറേഷൻ ഒരു വലിയ സംഭവമാണ്. ഈ വെലോസിറ്റിയും സ്പീഡും ഒക്കെ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ടകടകടകയെന്ന് പറഞ്ഞ് വിട്ട് ഇങ്ങനെ ഓടി വരുമായിരുന്നു. പക്ഷെ ആക്സിലറേഷൻ ഈസ് എ സംഭവം. നമുക്ക് 1-2 കാര്യങ്ങൾ സംസാരിക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇങ്ങോട്ട് നോക്കിക്കേ, 1-2 എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഇവിടെ ഒരു കാറ്, ഇതൊരു കാറാണ്. ഇതിന്റെ സ്പീഡ് വെലോസിറ്റി ഇതിന്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. എന്നിട്ട് പറയുകയാണ് ഈ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ യൂണിഫോം. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി dv/dt. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ 0 ആയിരിക്കും. അതായത് 2 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന ഈ വണ്ടി
എപ്പോഴും അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോഴും ഈ വണ്ടിയുടെ സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ അതിന്റെ ആക്സലറേഷൻ 0 ആയിരിക്കും. അപ്പൊ ദിസ് ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയും. dv/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനിയും ക്വസ്റ്റ്യനകത്ത് പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ക്വസ്റ്റ്യനകത്ത് അങ്ങനെ പറഞ്ഞു ഇല്ലെന്നും നോക്കണ്ട. ആക്സലറേഷന്റെ മീനിങ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ വെലോസിറ്റി v1 അത് 2 മീറ്റർ പെർ സെക്കൻഡും. ഓക്കെ, വെലോസിറ്റി എത്രയാ? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നിട്ട് ക്വസ്റ്റ്യനകത്ത് പറയുവാണ് ദിസ് കാർ ഈസ് ആക്സിലറേറ്റിംഗ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മക്കളെ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന അല്ലേ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ്. അതാണ് അതിന്റെ അർത്ഥം. അതായത് വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ആണ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് മാറുന്നത്. അതായത് ഒരു സെക്കൻഡില് അതിന്റെ വെലോസിറ്റിയുടെ ചേഞ്ച് 1 മീറ്റർ പെർ സെക്കൻഡ്. ആക്സലറേഷൻ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പൊ ആക്സലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദിസ് കാർ ഈസ് ആക്സലറേറ്റിംഗ് എന്ന് വെച്ചാൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിന്റെ സ്പീഡ് 1 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് കഴിഞ്ഞ് നിങ്ങൾ ഈ കാർ നോക്കി കഴിയുമ്പോൾ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 3 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറി എന്നാണ് അർത്ഥം. 3 മീറ്റർ പെർ സെക്കൻഡ് ആവണം. ശരിയാണ്, സത്യമാണ്. കാര്യം ഇവിടുന്ന് ഇവിടെ എത്താൻ എടുത്ത സമയം 1 സെക്കൻഡ് ആണ്. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എടുത്താൽ മതി. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്രയാ? 3 ആണ്. മൈനസ് ഇനിഷ്യൽ എത്ര ആയിരുന്നു? 2 ആയിരുന്നു. ഡിവൈഡഡ് ബൈ ഇതിനെടുത്ത സമയം എത്ര? 1 സെക്കൻഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് 3 minus 2 that is equal to 3 minus 2 that is 1. 1 by 1 that is equal to 1 meter per second square. ക്ലിയർ? വളരെ ബേസിക് ആയിട്ടുള്ളത്. അപ്പൊ ഈ ആക്സിലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. there should be a change in velocity. വെലോസിറ്റിക്ക് അവിടെ ചേഞ്ച് ഉണ്ടാവണം. വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കണം. ആക്സിലറേറ്റിംഗ്. അപ്പൊ ഡീസിലറേറ്റിംഗ് വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കണം. അത്രേ ഉള്ളൂ. വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പൊ പറയുവാണ് ഇഫ് എ കാർ ഈസ് ഡീസിലറേറ്റിംഗ്. അപ്പൊ ഇപ്പൊ സപ്പോസ് ഈ കാറിന്റെ റൈറ്റ് നൗ വെലോസിറ്റി ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവന്റെ ഇനീഷ്യൽ വെലോസിറ്റി v1 എന്ന് വിചാരിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ അത് പറയുന്നത് ദിസ് കാർ ഈസ് റിട്ടാർഡിംഗ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദിസ് ഈസ് റിട്ടാർഡേഷൻ. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കാറിന്റെ വെലോസിറ്റി v2 എന്ന് പറയുന്നത് 8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. 8 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് അവിടുത്തെ റിട്ടാർഡേഷൻ. അപ്പൊ ഇത് നെഗറ്റീവ് ആണെന്ന് ഓർത്ത് വെക്കുക. അതാണ് റിട്ടാർഡേഷൻ. അത് കുറയ്ക്കുവാണ്. മനസ്സിലായോ? അപ്പൊ സിംപ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്ര മാത്രം. ഇഫ് എ കാർ ഈസ് ആക്സിലറേറ്റിംഗ് വിച്ച് മീൻസ് ദാറ്റ് സ്പീഡിങ് അപ്പ്. മക്കളെ, സ്പീഡിങ് അപ്പ്, സ്പീഡ് കൂടുന്നു. ആക്സിലറേറ്റിംഗ് അതിന്റെ അർത്ഥം അതാണ്, സ്പീഡിങ് അപ്പ്. എന്താ സ്പീഡിങ് അപ്പ്? ഇഫ് എ കാർ ഈസ് റിട്ടാർഡിംഗ്, which means that speeding down or slowing down, സ്പീഡ് കുറയുന്നു എന്നാണ് അർത്ഥം. അതിന്റെ ബേസിക് മീനിങ് അതാണ്. നിങ്ങൾ നോക്ക്, ആക്സിലറേറ്റിംഗ് സ്പീഡ് ഇൻക്രീസസ്, സ്പീഡിങ് അപ്പ്. മനസ്സിലായോ? 2ൽ നിന്ന് 3ലോട്ട് പോയി ആക്സിലറേറ്റ് ചെയ്തപ്പോൾ. റിട്ടാർഡിംഗ്. അപ്പൊ അവിടെ റിട്ടാർഡേഷൻ ആണ് സംഭവിച്ചതെങ്കിൽ ഇവിടെ റിട്ടാർഡേഷൻ ആണ് സംഭവിച്ചത്. ഇവിടെ റിട്ടാർഡേഷൻ ആണ് നമുക്ക് ഈ തരുന്ന വാല്യൂ. ഓക്കെ, അപ്പൊ വിച്ച് മീൻസ് ദാറ്റ് സ്പീഡിങ് ഡൗൺ 10ൽ നിന്ന് 8ലോട്ട് എത്തി. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഫൈനൽ വെലോസിറ്റി 8 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 10 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ. പിന്നെ എല്ലാവർക്കും ഒരു ചിന്താഗതിയുണ്ട്, മൈനസ് വന്ന ഉടനെ ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ റിട്ടാർഡേഷനും, അതായത് റിട്ടാർഡേഷൻ ആണ് നെഗറ്റീവ് ആക്സലറേഷൻ എന്നൊരു ചിന്തയുണ്ട്. ഒരിക്കലും അല്ല, അത് തെറ്റിദ്ധാരണയാണ്. റിട്ടാർഡേഷൻ വേറെ, നെഗറ്റീവ് ആക്സലറേഷൻ വേറെ.
റിട്ടാർഡിങ് മീൻസ് സ്പീഡിങ് ഡൗൺ എന്നേ, സ്പീഡ് കുറയുന്നു എന്നേ ഉള്ളൂ. നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അത് ആള് വേറെ തന്നെയാണ്, അത് ഡയറക്ഷനോടൊക്കെ വെച്ചാണ് പറയുന്നത്. നമുക്ക് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഓർത്തു വെക്കാം. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു ഈ കാര്യം ഓർത്തു വെച്ചുകൊണ്ടിരുന്നത്. അതായത് രണ്ട് സിറ്റുവേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും, എന്നിട്ട് ഇത്ര ഓർക്കത്തുള്ളൂ. ഇപ്പൊ ഈ കാറ്, അവന്റെ വെലോസിറ്റി v, വെലോസിറ്റി വെക്ടറാണ് v. If this car is accelerating, which means that acceleration and velocity vector are parallel. Acceleration and velocity vector are parallel. അവർ പാരലൽ ആണെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെ അങ്ങ് എടുക്കുക. അപ്പൊ ഇതിന്റെ മീനിങ് ദിസ് ഈസ് ആക്സിലറേറ്റ്. ക്ലിയർ? ആക്സിലറേറ്റ്. അപ്പൊ ഇനി അടുത്ത ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു കാർ റിട്ടാർഡിങ് ആണെന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇങ്ങോട്ട് തന്നെയാണ്, മോഷൻ എന്തായാലും അങ്ങോട്ടാണല്ലോ, പക്ഷെ ആക്സിലറേഷൻ ആന്റി പാരലൽ ആയിരിക്കും. അതായത് വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് റിട്ടാർഡിങ് എന്ന് നമുക്ക് ഓർത്തു വെക്കാം. ഇതാണ് ആക്സിലറേറ്റിംഗ് റിട്ടാർഡേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മളോട് പറയുകയാണ് ഓ ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു കാർ മൂവിങ് വിത്ത് എ വെലോസിറ്റി കോൺസ്റ്റന്റ് ഓർ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം മോഷൻ, which means that there is no change in velocity. Acceleration എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. This velocity is constant, which means that acceleration is zero. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിരുന്നാൽ എൻട്രൻസ് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടാതെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇനി പോസിറ്റീവ് ആക്സലറേഷൻ, നെഗറ്റീവ് ആക്സലറേഷൻ, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റ് ഞാനൊന്ന് ക്ലാരിറ്റി വരുത്താം. ശ്രദ്ധിച്ചിരിക്കണം. ആക്സിലറേഷൻ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ എല്ലാം പിക്ചോറിയൽ റിപ്രസെന്റേഷനിൽ കൂടെ പോകുന്നത് പണ്ട് തൊട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാ പഠിച്ചു വെച്ചത്. അങ്ങനെ പഠിച്ചു വെച്ച് മനസ്സിലാക്കിയാൽ പിന്നെ ഇത് കയ്യിൽ നിന്ന് പോകത്തില്ല. ശ്രദ്ധിച്ചിരിക്കണം. ഒരു കാറിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. ഫൈനൽ വെലോസിറ്റി vu ആണെന്ന് അസ്യൂം ചെയ്യാം. ഇത് ഇനിഷ്യൽ ആണ്, ഇത് ഫൈനൽ ആണ്. which means that it is accelerate. Clear? ഇനി ശ്രദ്ധിച്ചിരിക്കണം. ആക്സിലറേഷന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് പഠിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഇങ്ങനെയാണ്: ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം ഇന്റർവൽ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം ഇന്റർവൽ. അപ്പൊ ജനറലി നമ്മളൊരു കുട്ടി പഠിക്കുന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചിരിക്കണം. ജനറൽ കേസ് ഇങ്ങനെയാണ്. ആദ്യം ഞാൻ ആ ജനറൽ കേസ് പറയാം, അത് കഴിഞ്ഞ് നമുക്ക് ആധികാരികതയിലേക്ക് കടക്കാം. ആക്സിലറേഷൻ നമ്മൾ പഠിച്ചു വെച്ചത് ഫൈനൽ മൈനസ് ഇനിഷ്യൽ ബൈ ടൈം ആണ്. മക്കളെ ഇവിടെ v ഗ്രേറ്റർ ദാൻ u ആണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും, അല്ലേ? അതേപോലെ v ഗ്രേറ്റർ ദാൻ u അല്ലേ? v ഗ്രേറ്റർ ദാൻ u ആണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവും, v ലെസ് ദാൻ u ആണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവുമാണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. v ഗ്രേറ്റർ ദാൻ u ആണ്, ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. v ലെസ് ദാൻ u ആണ്, ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. സത്യമാണ്, ഒരു കാര്യവും ഇല്ല, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല, അത് കറക്റ്റ് കാര്യമാണ് ഈ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ v ഗ്രേറ്റർ ദാൻ u എന്ന് പറഞ്ഞാൽ സ്പീഡിങ് അപ്പ് അല്ലെ? സ്പീഡ് അപ്പ് അല്ലെങ്കിൽ സ്പീഡ് ഇൻക്രീസസ് എന്നാണ്. ഇവിടെ സ്ലോയിങ് ഡൗൺ, ഇവിടെ സ്പീഡ് ഡിക്രീസസ് എന്നാണ്. അതായത് ഫൈനൽ വെലോസിറ്റി, കാറ് ദൂരോട്ട് പോകുന്നവരും വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക, സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ഔട്ട് ആലോചിച്ചാൽ മതി. ഇത് വിച്ച് മീൻസ് ദാറ്റ് ആക്സലറേഷൻ ഈസ് പോസിറ്റീവ്. ഇതെന്താ? ഇവിടെ എന്താ? ആക്സലറേഷൻ ഈസ് പോസിറ്റീവ്. സോ ദിസ് ഈസ് ആക്സിലറേറ്റിംഗ്. അതിലൊരു കൺഫ്യൂഷനും ഇല്ല, കറക്റ്റ് ആണ്. ദിസ് മീൻസ് ദാറ്റ് കാർ ഈസ് റിട്ടാർഡിംഗ്. അതും കറക്റ്റ് ആണ്, റിട്ടാർഡിംഗ്. അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ശ്രദ്ധിക്കണം. സ്പീഡ് ഈസ് ഇൻക്രീസിംഗ്, ആക്സിലറേറ്റിംഗ്. സ്പീഡ് ഈസ് ഡിക്രീസിംഗ്, റിട്ടാർഡിംഗ്. ദിസ് റിട്ടാർഡേഷൻ ഈസ് ഓൾസോ നോൺ ആസ് നെഗറ്റീവ് ആക്സിലറേഷൻ. റിട്ടാർഡേഷൻ ഈസ് ഓൾസോ നോൺ ആസ് നെഗറ്റീവ് ആക്സിലറേഷൻ. ശരിയാണ്. ബട്ട് വൺ കണ്ടീഷൻ, ദിസ് കാർ should move towards positive direction.
ഈ കാർ അതിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒറിജിനിൽ നിന്നും അത് അതിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ, നമ്മൾ ആരെങ്കിലും പറയുവോ എന്റെ വീട്ടിൽ നിന്ന് വലത്തോട്ട് ഞാൻ തിരിഞ്ഞപ്പം അമ്മേ ഞാൻ പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് പോയി വരാം, എന്റെ വീട്ടിൽ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ അമ്മേ ഞാൻ ഒരു നെഗറ്റീവ് ഡയറക്ഷൻ പോയി വരാം എന്നൊന്നും ആരും പറയാറില്ല. കൺവെൻഷണലി നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാലും, അത് നമ്മൾ ജനറലി പറയുന്നത്, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാലും ഇങ്ങോട്ട് ഇറങ്ങിയാലും ഒക്കെ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് പറയാറുള്ളൂ അല്ലേ. പക്ഷെ പ്രോബ്ലമാറ്റിക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ പോസിറ്റീവ് എന്ന് എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തെടുക്കും? നെഗറ്റീവ് എന്നെടുക്കും. നമ്മൾ എപ്പോഴും ആക്സിലറേഷനെ പറ്റി സംസാരിക്കുമ്പോൾ ജനറലി പ്രോബ്ലം ചെയ്യാൻ പോലും നിങ്ങൾക്ക് ഇത് മതി. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പ്രോബ്ലം ചെയ്യാനും നിങ്ങൾക്ക് ഈ കാര്യം മതി. ആക്സിലറേഷൻ v മൈനസ് യു ബൈ ടി ആണ്, v ഗ്രേറ്റർ ദാൻ യു ആണ്, ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്, സ്പീഡിങ് അപ്പ് ആണ്. v ലെസ് ദാൻ യു ആണ്, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്, സ്ലോയിങ് ഡൗൺ ആണ്, അത് റിട്ടാർഡേഷൻ ആണ്. അപ്പൊ റിട്ടാർഡേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ ആണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ മറിച്ച് നമുക്ക് വേറൊരു കേസ് കൂടെ പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ ആക്സിലറേഷന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? v മൈനസ് യു ബൈ ടി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ ഇതിന്റെ പുറത്തോട്ടൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കും. അതായത് ഈ നെഗറ്റീവ് ഡയറക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് പോകുന്നുണ്ട്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. പക്ഷെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഇടാത്തതാ, നമ്മൾ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാത്തതാ. നമ്മൾ പ്ലസ് 1-ലായാലും 9-ലും 10-ലും ഒക്കെ ഇതൊക്കെ പഠിക്കുന്ന സമയത്തും ഒക്കെ നമുക്കെല്ലാം പോസിറ്റീവ്. അവിടെ ഡയറക്ഷനെ പറ്റിയൊന്നും ആധികാരികമായിട്ട് പറയുന്നില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നതും നമ്മൾ അങ്ങ് കാണാൻ പഠിച്ചു വെക്കും. റിട്ടാർഡേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ എന്ന് പഠിച്ചു വെക്കും. ശരിയാണ്, പോസിറ്റീവ് സൈഡിലോട്ട് ഇതൊക്കെ ശരിയാ. പക്ഷെ റിട്ടാർഡേഷൻ മീൻസ് നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് അത് ശരിയാ, പക്ഷെ ജനറൽ കേസിൽ നമുക്കത് പറയാൻ പറ്റില്ല. അതിന്റെ റീസൺ ആണ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കണം. നോക്ക്, ആക്സിലറേഷൻ v മൈനസ് യു ബൈ ടി ആണ്. നമ്മൾ നെഗറ്റീവ് ഡയറക്ഷൻ എടുക്കാന്ന് വിചാരിക്കുക. നമ്മുടെ ഒന്നാമത്തെ കേസ് എന്താ? ഇഫ് v ഗ്രേറ്റർ ദാൻ യു. അപ്പൊ ആക്സിലറേഷൻ ഇക്വേഷൻ പറഞ്ഞേ, മൈനസ് ഓഫ് v മൈനസ് യു ബൈ ടി എന്നല്ലേ. എടാ v ഗ്രേറ്റർ ദാൻ യു എന്ന് പറഞ്ഞാൽ വലുതീന്ന് നിങ്ങൾ ചെറുത് കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താ? ഒരു പോസിറ്റീവ് നമ്പറാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്തായി? ആക്സിലറേഷൻ നെഗറ്റീവായി. അടുത്ത നിങ്ങൾ രണ്ടാമത്തെ കേസ്, ഇഫ് v ലെസ് ദാൻ യു ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ്, v മൈനസ് യു ബൈ ടി ആണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, v മൈനസ് യു ബൈ ടി. ഇവിടെ ആരാ വലുത്? v ആണോ യു ആണോ വലുത്? ഇവിടെ യു ആണ് വലുത്. അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ചെറുതീന്ന് വലുതാ കുറച്ച്, ചെറുതീന്ന് വലുത് കുറച്ചാൽ നെഗറ്റീവാ. എന്നിട്ട് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അപ്പൊ ഇത് ആക്സിലറേഷൻ ആണോ റിട്ടാർഡേഷൻ ആണോ? ഇതെന്താ നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നത്? ഇത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കൂടി ഇത് ആക്സിലറേഷൻ ആണോ റിട്ടാർഡേഷൻ ആണോ? നിങ്ങൾ മനസ്സിലാക്കുക, ഇതെന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റിംഗ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷൻ ആണ്. വൈ എന്താ? ആക്സിലറേറ്റിംഗ് മീൻസ് ഫൈനൽ സ്പീഡ് ഇൻക്രീസസ്. ഫൈനൽ സ്പീഡ് കൂടിയാൽ മതി. ആക്സിലറേറ്റിംഗ് മീൻസ് ഫൈനൽ സ്പീഡ് കൂടിയാൽ മതി. ഫൈനൽ സ്പീഡ് കൂടുതലാ ആക്സിലറേറ്റിംഗ്, പക്ഷെ ഇറ്റ് ഈസ് നെഗറ്റീവ് ആക്സിലറേഷൻ. ഫൈനൽ സ്പീഡ് കുറയുക ചെയ്ത v ലെസ് ദാൻ യു വലുതാ, ഇനിഷ്യൽ സ്പീഡ് വലുതാ, v ചെറുതാ. വിച്ച് മീൻസ് ദാറ്റ് സ്പീഡ് ഈസ് ഇവിടെ v ചെറുത് അല്ലെ, v ചെറുതല്ലേ? v ചെറുതാന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി കുറയുക. ഫൈനൽ വെലോസിറ്റി കുറഞ്ഞാൽ സ്പീഡ് ഈസ് ഡിക്രീസിംഗ് മീൻസ് റിട്ടാർഡേഷൻ. പക്ഷെ അത് പോസിറ്റീവ് കണ്ടോ. അപ്പൊ റിട്ടാർഡേഷൻ മീൻസ് നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് നമുക്ക് അങ്ങനെ കണ്ണും കൂട്ടി പറയാൻ പറ്റത്തില്ല. റിട്ടാർഡേഷനും നെഗറ്റീവ് ആക്സിലറേഷനും ഒക്കെ ഡിഫറന്റ് ആണ്. സിംപ്ലി നിങ്ങൾ ഇത്ര കാര്യം ഓർത്തിരിക്കുക. നിങ്ങൾ ആ ഫസ്റ്റ് കേസിലെ ആ കാര്യം ഓർത്താൽ മതി. റിട്ടാർഡേഷനും നെഗറ്റീവ് ആക്സിലറേഷനും ഒക്കെ രണ്ടാണെന്ന് മനസ്സിലാക്കുക. അതൊക്കെ ഈ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ ഡിപ്പെൻസ് ഓൺ ഡയറക്ഷൻ ആണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം കണ്ണും പൂട്ടി പറയാൻ പറ്റുന്നത് ഇതാണ്. നമുക്ക് കണ്ണും പൂട്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ആക്സിലറേഷൻ വെലോസിറ്റിയും പാരലൽ ആണ്, ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ്. ഓപ്പോസിറ്റ് ആണ്, ഇറ്റ് ഈസ് റിട്ടാർഡിംഗ്. ഒരു പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. അടുത്ത നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. v ഗ്രേറ്റർ ദാൻ യു ആണെങ്കിൽ സ്പീഡിങ് അപ്പും, v ലെസ് ദാൻ യു ആണെങ്കിൽ സ്ലോയിങ് ഡൗണും ആണ്. v ഗ്രേറ്റർ ദാൻ യു ആണ്, ഫൈനൽ വെലോസിറ്റി കൂടുവാണെങ്കിൽ ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ്. ഫൈനൽ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിട്ടാർഡിംഗ്. വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് അത് ഡിപ്പെൻഡ്സ് ഓൺ ഡയറക്ഷൻ ആണ്.
അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത്. ഇവിടെ നമുക്ക് ആക്സലറേഷൻ ഡിഫറെന്റ് ടൈപ്പ്. യൂണിഫോം ആക്സലറേഷൻ. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പൊ യൂണിഫോം ആണെന്ന് പറയുമ്പോൾ വെലോസിറ്റിയുടെ ചേഞ്ച് സെയിം ആയിരിക്കും. നോൺ യൂണിഫോം അല്ലെങ്കിൽ വേരിയബിൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ചേഞ്ച് തന്നെ മാറും. ഇപ്പൊ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുവാണ്. ഇത് കുറച്ച് അത്യാവശ്യം നല്ല കൺസെപ്റ്റ് ഉള്ള ഒരു സാധനമാണ് ഈ ആക്സിലറേഷൻ. എല്ലാവരും കൊണ്ട് തെറ്റിക്കും. ഇപ്പൊ ഒരു കാറ് പറയുവാണ് ഇവന്റെ ആക്സിലറേഷൻ ഇപ്പൊ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വെച്ചാൽ എപ്പോഴും വെലോസിറ്റിയുടെ ചേഞ്ച് ഒന്നായിരിക്കും. അതാണ് യൂണിഫോം ആക്സിലറേഷൻ. ഇഫ് എ കാർ മൂവ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വേരിയബിൾ എന്ന് പറയുമ്പോൾ ആക്സിലറേഷന് തന്നെ ചേഞ്ച് ഉണ്ടാവും. 1 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, പിന്നെ അത് 2 മീറ്റർ പെർ സെക്കൻഡ് ആയി. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഇവിടെ നിങ്ങൾ നോക്കുക, 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവന്റെ സ്പീഡ് സപ്പോസ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അടുത്ത 1 സെക്കൻഡ് കഴിയുമ്പോൾ അത് 3 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. അടുത്ത 1 മിനിറ്റ് കഴിയുമ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോൾ അത് 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. വെലോസിറ്റി ചേഞ്ച്, വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടല്ലോ, ആക്സലറേഷൻ ഉണ്ട്. പക്ഷെ അത് യൂണിഫോം ആക്സലറേഷൻ. ക്ലിയർ? നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നത് ഇപ്പൊ 3 ആയെന്ന് വിചാരിക്കുക. 3 മീറ്റർ പെർ സെക്കൻഡ് ആയെന്ന് വിചാരിക്കുക. അടുത്തത് മേ ബി 5 മീറ്റർ പെർ സെക്കൻഡ് ആവാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് കേസിൽ ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് കേസിൽ ഇവിടെ ആക്സലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും അടുത്ത ഇവിടെ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെ. ഇത് യൂണിഫോമാണ്. ഇത് നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ ഇവിടെ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ഇവിടെ ആക്സലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി. ആക്സലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി 5 - 3 2 ആണ്. കണ്ടോ? അതാണ് നോൺ യൂണിഫോം ആക്സലറേഷൻ. ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ, ആക്സലറേഷൻ ഓഫ് എ വെഹിക്കിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്, ആക്സലറേഷൻ A ഈസ് ഈക്വൽ ടു dv/dt ആണ്. dv/dt ആണ്. ആവറേജ് ആക്സലറേഷൻ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇന്റർവൽ ആണ്. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യൂണിഫോം ആക്സലറേഷൻ, വേരിയബിൾ ആക്സലറേഷൻ. ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്യുക, വായിച്ചു നോക്കുക. എഗെയിൻ പോസ് ചെയ്യുക. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എഗെയിൻ പോസ് ചെയ്യുക, നിങ്ങൾ വായിച്ചു നോക്കാം. ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഞാൻ 1-2 കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്തല്ലേ ആക്സിലറേഷൻ കിട്ടുന്നത്. ഡിസ്പ്ലേസ്മെന്റിന്റെ d²x/dt² ആണ് ആക്സിലറേഷൻ. ആ കാര്യം കൂടി ഓർത്തു വെക്കുക. പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ള മറ്റൊരു കോൺസെപ്റ്റ് നോക്കിക്കോട്ടെ. ഞാൻ ഇത് ഇവിടെ ആവറേജ് ആക്സലറേഷൻ, ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം ആണ്. ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ആണ്. സീറോ ആക്സലറേഷൻ, നോ ചേഞ്ച് ഇൻ വെലോസിറ്റി ആസ് ടൈം പ്രോഗ്രസ്. അത് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. പോസിറ്റീവ് ആക്സലറേഷൻ, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആർ ആക്ടിങ് സെയിം ഡയറക്ഷൻ. നമ്മൾ ഇതൊക്കെ പറഞ്ഞാണ്. നെഗറ്റീവ് ആക്സലറേഷൻ, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആർ ആക്ടിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആക്സലറേറ്റിംഗ്, പോസിറ്റീവ് ആക്സലറേഷൻ മീൻസ് സ്പീഡ് വിൽ ഇൻക്രീസ്. നെഗറ്റീവ് ആക്സലറേഷൻ മീൻസ് സ്പീഡ് വിൽ ഡിക്രീസ്. ഓർത്തു വെക്കുക, ഈ നെഗറ്റീവ് ആക്സലറേഷൻ മീൻസ് സ്പീഡ് വിൽ ഡിക്രീസ് എന്ന് പറയുന്നത് ഓർത്തോളുക, അത് മറന്നു പോകരുത്. അങ്ങനെ പറഞ്ഞത് എവിടെയാ? ഇവിടെ നോക്ക്, ഇത് ഇവിടെ നോക്ക്. നെഗറ്റീവ് ആക്സിലറേഷൻ കണ്ടോ, സ്ലോയിങ് ഡൗൺ. ഇതൊക്കെ പോസിറ്റീവ് കേസിന്റെ ജനറൽ കേസ് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ റിട്ടാർഡേഷൻ ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ ആർ ഡിഫറെന്റ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് യെസ്, ഇൻക്രീസിങ് ആക്സിലറേഷൻ, ഡിക്രീസിങ് ആക്സിലറേഷൻ. അസ്യൂം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ ആക്ടിങ് ഇൻ ദ സെയിം, hence speed will increase. Decreasing acceleration, assume velocity and acceleration are acting in the same direction, hence speed will increase in decreased amount. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റ് ആണ്. ഇതിൽ ആഡ് ചെയ്ത് എന്തായാലും നന്നായി. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ. അസ്യൂമിങ് വെലോസിറ്റി ഇൻക്രീസിങ് ആക്സലറേഷൻ, ഡിക്രീസിങ് ആക്സലറേഷന്റെ ഒരു മീനിങ് ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ല കാര്യം. Assuming velocity and acceleration are acting in the same direction. Direction same. Hence, speed will increase in increased amount. Speed will increase in increased amount. അതായത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു വെഹിക്കിൾ നിൽക്കുന്നു, ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങോട്ടാണ് വെലോസിറ്റി,
ഇങ്ങോട്ടാണ് ആക്സലറേഷൻ, സെയിം ഡയറക്ഷൻ ആണ് പറയുന്നത്. പക്ഷെ അവർ പറയുന്നുണ്ട് ഹെൻസ് സ്പീഡ് വിൽ ഇൻക്രീസ് ഇൻ ഇൻക്രീസ് എമൗണ്ട്. സ്പീഡ് വിൽ ഇൻക്രീസ്, അതായത് ഇവിടെ വെച്ച് സ്പീഡ് 1 മീറ്റർ/സെക്കൻഡ് ആയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 2 മീറ്റർ/സെക്കൻഡ് ആവുന്നു, സ്പീഡ് കൂടുവാണ്. ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ്. ഇൻക്രീസിംഗ് ആക്സിലറേഷൻ, ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ്. അടുത്ത് നിങ്ങൾ നോക്കുക, അസ്യൂം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ ആക്ടിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ടാമത്തെ കേസ്, assume velocity and acceleration are in the same direction. Oh, okay. പക്ഷെ ശ്രദ്ധിച്ചു വായിച്ചു നോക്കുക, in the same direction, hence speed will increase in decreased amount. Speed will increase in decreased amount. അതിന്റെ ലോജിക്ക് കിട്ടാൻ ഇത്തിരി പണിയാണ്, ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയുവാണ്. ഇവിടെ വെച്ച് സ്പീഡ് 2 മീറ്റർ/സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. 2 മീറ്റർ/സെക്കൻഡ് ആണ്. ഈ 2 മീറ്റർ/സെക്കൻഡ് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഒരു 5 മീറ്റർ/സെക്കൻഡ് ആയിട്ട് മാറി എന്ന് വിചാരിക്കുക. 5 മീറ്റർ/സെക്കൻഡ് ആയി. ഇവിടെ പറയുന്നുണ്ടോ സ്പീഡ്, ഹെൻസ് സ്പീഡ് വിൽ ഇൻക്രീസ്. സ്പീഡ് എന്തായാലും കൂടണം, പക്ഷെ ഇൻ ഡിക്രീസ്ഡ് എമൗണ്ട്. ഇൻ ഡിക്രീസ്ഡ് എമൗണ്ട് എന്ന് വെച്ചാൽ ഇവിടെ 1 എന്നുള്ളത് 2 ആയി, 2 എന്നുള്ളത് 3 ആയി, അല്ലെ 4 ആയി, അങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുക. ഇവിടെ 2 എന്നുള്ളത് 5 ആയി, അടുത്തത് 5 എന്നുള്ളത് 6 ആയി എന്ന് വിചാരിക്കുക. 6 ആയി എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഫസ്റ്റ് മൊമെന്റിലെ ഈ 2 to 5 ഈ മൊമെന്റിലെ ആക്സിലറേഷനെ ഞാൻ, ഈ ഫസ്റ്റ് കേസിലെ ആക്സിലറേഷനെ ഞാൻ A1 എന്ന് വിളിക്കാം. അപ്പൊ ആക്സിലറേഷൻ എത്രയാ? ചേഞ്ച് ഇൻ വെലോസിറ്റി 5 - 2 ദാറ്റ് ഈസ് 3. അപ്പൊ 3 മീറ്റർ/സെക്കൻഡ് ആണ്. സ്പീഡ് കൂടുക, ആയിക്കോട്ടെ. രണ്ടാമത്തെ കേസിൽ ഞാൻ ആക്സിലറേഷൻ A2 എന്ന് വിളിക്കാൻ പോവാണ്. അപ്പൊ ഇവിടുത്തെ സ്പീഡ് 6 ഇവിടുത്തെ സ്പീഡ് 5 അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാ? 1 ആണ്. സോ റൈറ്റ് നൗ ആക്സിലറേഷൻ ഈസ് 1 മീറ്റർ/സെക്കൻഡ്. അതായത് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഹെൻസ് സ്പീഡ് വിൽ ഇൻക്രീസ് ഇൻ ഡിക്രീസ്ഡ് എമൗണ്ട്. ആ സ്പീഡ് കൂടിക്കൊണ്ടേ ഇരിക്കുക, പക്ഷെ ആര് കുറഞ്ഞു? ആക്സിലറേഷൻ കുറഞ്ഞു. നേരത്തെ ആക്സിലറേഷൻ 3 ആയിരുന്നു, ഇപ്പൊ 1 ആയി. അപ്പൊ അതാണ് ഡിക്രീസിങ് ആക്സിലറേഷൻ. ഇത് ഇൻക്രീസിങ് ആക്സിലറേഷൻ. 1 എന്നുള്ളത് 2 ആയി, 2 എന്നുള്ളത് 5 ആയി. അപ്പൊ 1 എന്നുള്ളത് 2 ആകുമ്പോൾ 1 എന്നുള്ളത് 2 ആകുമ്പോൾ 1 എന്നുള്ളത് 2 ആയി, അത് കഴിഞ്ഞ് 2 എന്നുള്ളത് 5 മീറ്റർ/സെക്കൻഡ് ആയി. അപ്പൊ ഈ കേസിൽ ആക്സിലറേഷൻ A1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, അത് 1 മീറ്റർ/സെക്കൻഡ്. രണ്ടാമത്തെ കേസിൽ ആക്സിലറേഷൻ A2 ആണ്, അതെന്ന് പറഞ്ഞാൽ 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മീറ്റർ/സെക്കൻഡ്. ആക്സിലറേഷന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ്, സ്പീഡ് ഈസ് ഇൻക്രീസിങ്. ഇറ്റ് ഈസ് ഓൾസോ ആക്സിലറേറ്റിംഗ്, കാരണം സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക, പക്ഷെ ഡിക്രീസിങ് ആക്സിലറേഷൻ. കോൺസെപ്റ്റ്, ഇങ്ങനെയൊക്കെ കോൺസെപ്റ്റുകളുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്സിലറേഷന്റെ റിലേഷൻ v = dx/dt, വെലോസിറ്റി dx/dt ആണ്, ആക്സിലറേഷൻ dv/dt ആണ്, ആക്സിലറേഷൻ d²/dt² ആണ്, ആക്സിലറേഷൻ v × dv/dx ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്, ഞാനത് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇതിനെ പറ്റി ഇത് ജനറലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. വെലോസിറ്റി dx/dt ആണ്, ആക്സിലറേഷൻ d²x/dt² ആണ്. ഇത് വളരെ എളുപ്പം. ഈ 2 ലോജിക് ഇതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ലോജിക്കുകളൊന്ന് കണക്ട് ചെയ്ത് പോകാം, ശ്രദ്ധിച്ചിരിക്കണം. അതായത് നമുക്ക് 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. വെലോസിറ്റി ആസ് ഫങ്ഷൻ ഓഫ് ടൈം. അടുത്തത് വെലോസിറ്റി ആസ് ഫങ്ഷൻ ഓഫ് പൊസിഷൻ. ഫങ്ഷൻ ഓഫ് ടൈം. ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. വെലോസിറ്റി ആസ് ഫങ്ഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ v = 2t + 1. വെലോസിറ്റി ആസ് ഫങ്ഷൻ ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ v = x² - 1. എക്സാമ്പിൾ തന്നേ. ഇവിടെ നോക്കിക്കോ, വെലോസിറ്റി ഇൻ ടൈംസ് ഓഫ് ടിയില. അപ്പൊ ആക്സിലറേഷൻ കാണാൻ എന്തെടുത്താൽ മതി? ആക്സിലറേഷൻ ഡയറക്റ്റ് dv/dt എടുത്താൽ മതി. dv/dt വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 എന്ന് കിട്ടും, അല്ലേ? 2 മീറ്റർ/സെക്കൻഡ് അല്ലേ? dv/dt ഇതിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പം വെലോസിറ്റി
ഫംഗ്ഷൻ ഓഫ് ടൈമിലാണ് തരുന്നതെങ്കിൽ ആക്സിലറേഷൻ കാണാൻ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കും. ഇൻ ടേംസ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 2t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ആണ്, ബാക്കി കോൺസ്റ്റന്റ് ആണ് പോയി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, വെലോസിറ്റി ആസ് ഫംഗ്ഷൻ ഓഫ് എക്സിലാണ് തരുന്നതെങ്കിൽ ആക്സിലറേഷനെ ഇൻ ടേംസ് ഓഫ് എക്സിൽ എഴുതണം. ആക്സിലറേഷന്റെ ജനറൽ ഇക്വേഷൻ എന്താ? dv/dt. നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ ഒരു dx കൊണ്ടും ഡിനോമിനേറ്ററിൽ ഒരു dx കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. കാരണം ഇത് ഇൻ ടേംസ് ഓഫ് എക്സിലാണ്, അപ്പൊ അതിലോട്ട് മാറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ആക്സിലറേഷൻ dv/dt ആണ്. ഇതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ dx/dt എന്ന് പറയുന്നത് v ആണ്. സോ ആക്സിലറേഷൻ കിട്ടി v ഇൻറ്റു dv/dx. v ഇൻറ്റു dv/dx എന്ന് വെച്ചാൽ ഇവിടെ v ആരാ? x² - 1 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചോ. അപ്പൊ v ആരാ? x² - 1 ആണ് ഇൻറ്റു dv/dx. പിന്നെ v നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് 2x എന്ന് കിട്ടും. ഇതാണ് ആൻസർ. v എടുത്ത് എഴുതിയിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഒരു തവണ ഡിഫറൻഷിയേറ്റ് കൂടെ ചെയ്ത് വെക്കുക. വെരി ഇമ്പോർട്ടന്റ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായോ? പക്കയായിട്ട് മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് അലോങ് എക്സ് ആക്സിസ് വിത്ത് ഇറ്റ്സ് പൊസിഷൻ എക്സ് വേരിയിങ് വിത്ത് ടൈം t ആസ് x is equal to alpha t square plus beta t square plus gamma t plus delta. Okay, the ratio of its initial velocity to its initial acceleration ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പൊസിഷൻ തന്നിട്ടുണ്ട് x. അപ്പൊ വെലോസിറ്റി കാണാൻ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ v is equal to ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്നാ വരും? 4 alpha t cube അല്ലേ, പ്ലസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ അറിയാലോ. ഇനി ഞാൻ ഡിഫറൻഷിയേഷൻ ലൈൻ ബൈ ലൈൻ പറയണ്ടല്ലോ. 4 alpha t cube പ്ലസ് 2 beta t പ്ലസ് ഗാമ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഗാമ ഡെൽ അത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അത് 0 ആയി പോകും. ഓക്കെ, നമുക്ക് വെലോസിറ്റി കിട്ടി. ഇനി അടുത്തത് എന്താ ചോദിച്ചാൽ വെലോസിറ്റിയും ആക്സലറേഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പം റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ ആക്സലറേഷൻ കാണാൻ ഒരു തവണ ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. ഇത് വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt നമ്മൾ എടുത്തു. dx/dt നമുക്ക് x തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ആക്സിലറേഷൻ കാണാൻ എന്തെടുത്താൽ മതി? dv/dt. ഇപ്പൊ കിട്ടിയ വെലോസിറ്റിയെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തേ. സോ ഒരു തവണ ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 12 അല്ലെ, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 12 alpha t square പ്ലസ് 2 beta എന്ന് കിട്ടും. 12 alpha t square പ്ലസ് 2 beta. dt/dt 1 ആണ്, ഗാമ കോൺസ്റ്റന്റ് ആണ്, 0 ആയി പോകും. ഇനി ക്വസ്റ്റ്യനകത്ത് അവർ എടുത്തു പറയുന്നുണ്ട് ദ റേഷ്യോ ഓഫ് ദ ഇനിഷ്യൽ വെലോസിറ്റി ടു ദ ഇനിഷ്യൽ ആക്സിലറേഷൻ. മക്കളെ ഇനിഷ്യൽ വെലോസിറ്റി ഇനിഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? t ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇവിടെ നിങ്ങൾ ടിക്ക് 0 കൊടുത്താൽ ഇത് 0 ആയിപ്പോ, ഇത് 0 ആയിപ്പോ വെലോസിറ്റി ഗാമാന്ന് കിട്ടും. വെലോസിറ്റി ഗാമാന്ന് കിട്ടും അല്ലേ. അതേപോലെ ആക്സിലറേഷൻ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടൈം അങ്ങ് പോയി. സോ ഇനീഷ്യലി ആക്സിലറേഷൻ എന്ന് പറയുന്നത് 2 ബീറ്റ എന്ന് കിട്ടും. അപ്പൊ ഇവരുടെ റേഷ്യോ എടുക്കാനല്ലേ ചോദിച്ചത്? v/a വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ ഡിവൈഡഡ് ബൈ 2 ബീറ്റ. ഗാമ ഡിവൈഡഡ് ബൈ 2 ബീറ്റ. ഓപ്ഷൻ 4 വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The position of a particle is given by വെക്ടർ ഫോമിലാണ് തന്നിരിക്കുന്നത്. പൊസിഷൻ ആ തന്നിരിക്കുന്നത് 4t i cap plus 2t square j cap plus 5k, where t is in second and r in meter. Okay, find the magnitude and direction of velocity at t equal to 1 second. Find magnitude and direction. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, നമുക്ക് പൊസിഷൻ തന്നിട്ടുണ്ട്. r is equal to എത്രയാ? 4t i cap പ്ലസ് 2t സ്ക്വയർ ജെ ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പൊസിഷനിൽ നിന്ന് വെലോസിറ്റി കാണാൻ ഇതിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. പൊസിഷനെ dr/dt അല്ലെങ്കിൽ dx/dt. അപ്പൊ 4t i ക്യാപ്പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4 into dt/dt 1 ആണ്. അപ്പൊ 4 i ക്യാപ്പ് പ്ലസ് 2t സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അത് 4t j ക്യാപ്പ് ആണ്. 4t j ക്യാപ്പ് ആണ്. 5k ക്യാപ്പ് അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് വെലോസിറ്റി വെക്ടർ കിട്ടി 4i ക്യാപ്പ് പ്ലസ് 4t j ക്യാപ്പ് എന്ന് കിട്ടി. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് t ഈക്വൽ ടു 1 സെക്കൻഡിലെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ. അപ്പം വെൻ t ഈക്വൽ ടു അല്ലെങ്കിൽ ഇഫ് t ഈക്വൽ ടു 1 സെക്കൻഡ്,
T1 ആവുമ്പോൾ വെലോസിറ്റി എങ്ങനെ വരും? വെലോസിറ്റി V ഈക്വൽ ടു, നിങ്ങൾ ഇവിടെ ഇക്വേഷനിൽ ടിക്ക് 1 എന്ന് കൊടുക്കുക. അപ്പൊ 4i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് എന്ന് വരും. 4i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് ആണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ മോഡുലസ് എടുത്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് 4 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4√2 എന്ന് കിട്ടും അല്ലെ. 4√2 പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 4√2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് മാഗ്നിറ്റ്യൂഡ് കിട്ടും. പിന്നെ നമുക്ക് മനസ്സിലായി ഇത് 4i ക്യാപ്പ്, ഇത് 4j ക്യാപ്പും ആണ്. അപ്പൊ 4i ക്യാപ്പും വെലോസിറ്റി വെക്ടർ എടുക്കുമ്പോൾ ഇത് 4i ക്യാപ്പും അതേപോലെ 4j ക്യാപ്പും ഉണ്ടെങ്കിൽ ഇതാണ് മാഗ്നിറ്റ്യൂഡ് അല്ലെ, 4√2. അപ്പൊ ഉറപ്പായിട്ട് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും അല്ലെ, 45 ഡിഗ്രി ആയിരിക്കും. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സോ ആൻസർ 4√2 മീറ്റർ പെർ സെക്കൻഡ് 45 ഡിഗ്രി, 4√2 മീറ്റർ പെർ സെക്കൻഡ് 45 ഡിഗ്രി. വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് ആണ് ആംഗിൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് 45 ഡിഗ്രി എന്ന് എടുക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇഫ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് v ഈക്വൽ ടു at പ്ലസ് bt സ്ക്വയർ വേർ a ആൻഡ് b ആർ കോൺസ്റ്റന്റ്, ദെൻ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ 1 and 2 സെക്കൻഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നീറ്റിന് തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി തന്നിട്ടുണ്ട്, v ഈസ് ഈക്വൽ ടു at പ്ലസ് b, v ഈസ് ഈക്വൽ ടു at പ്ലസ് bt സ്ക്വയർ എന്നാ തന്നിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 and 2 സെക്കൻഡ് ആ ചോദിച്ചത്. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് ds/dt ആണ്, അപ്പൊ ds/dt ആണ് at പ്ലസ് bt സ്ക്വയർ. സോ ഇവിടുന്ന് ds ഈക്വൽ ടു എങ്ങനെ എഴുതാം? ds ഈക്വൽ ടു at പ്ലസ് bt സ്ക്വയർ ഇൻറ്റു dt എന്ന് എഴുതാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ഇവിടെ dt ആണ്, ടൈം ചേഞ്ചസ് ഫ്രം 1 to 2 സെക്കൻഡ് ആണ്. അപ്പൊ ഇന്റഗ്രൽ ds s ആണ്. 18 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ a ഇൻറ്റു t സ്ക്വയർ ബൈ 2 എന്ന് വരും, പ്ലസ് bt സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ b t ക്യൂബ് ബൈ 3 എന്ന് വരും. അതൊക്കെ അറിയാമല്ലോ. ഇന്റഗ്രൽ d/dx ഓഫ് x റൈസ് ടു n എന്ന് പറയുന്നത് എന്താ? n x റൈസ് ടു n മൈനസ് 1 ആണ്. ഇന്റഗ്രൽ ഓഫ് x റൈസ് ടു n dx എന്താണ്? x റൈസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ആണ്. ഈ ബേസിക് ഇക്വേഷൻസ് ആണ് നമ്മൾ മിക്കയിടത്തും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ a t സ്ക്വയർ ബൈ 2 പ്ലസ് b t ക്യൂബ് ബൈ 3 ലിമിറ്റ് 1 to 2 ആണ്. ലിമിറ്റ് 1 to 2 ആണ്. അപ്പൊ ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് അപ്ലൈ ചെയ്യാം. സോ s ഇസ് ഈക്വൽ ടു a ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്തു, അപ്പൊ a ഇൻറ്റു ടി സ്ക്വയർ, അപ്പൊ 2 സ്ക്വയർ ഈസ് 4, അപ്പൊ a ഇൻറ്റു അപ്പൊ 4a ഡിവൈഡഡ് ബൈ 2 അപ്പർ ലിമിറ്റ് തന്നെ കൊടുക്കുക. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, 2 സ്ക്വയർ 4a. ഇവിടെ 2 ക്യൂബ് കൊടുക്കുക, അപ്പൊ 2 ക്യൂബ് 8 ആയി. അപ്പൊ 4a ബൈ 2 പ്ലസ് 8b ബൈ 3, ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ, മൈനസ് ലോവർ ലിമിറ്റ്. ഇപ്പൊ ലോവർ ലിമിറ്റ് 1 തന്നെയാണ്. അപ്പൊ 1 കൊടുക്കുമ്പോൾ എന്ത് വരും? a ബൈ 2 പ്ലസ് b ബൈ 3 എന്ന് വരും. അപ്പൊ നമുക്ക് എയുടെ ടേം എല്ലാം ഒന്നിച്ചെടുക്കാം. ഇതേ മൈനസ് ഇതെന്ന് എടുത്താൽ പോരെ. അപ്പൊ എയുടെ ടേം ഒന്നിച്ചെടുക്കുമ്പോൾ 4a മൈനസ് a ബൈ 2 എന്ന് വരും. ഇതിന്റെ ഡിനോമിനേറ്റർ 2 ആണ്, ഇതിന്റെ ഡിനോമിനേറ്റർ 2 ആണ്. അപ്പൊ 2 upon 4a മൈനസ് a എന്ന് വരും. പ്ലസ് ഇതിന്റെ ഡിനോമിനേറ്റർ 3 ആണ്, ഇത് 3 ആണ്. അപ്പൊ 3 upon 8b മൈനസ് b എന്ന് വരും അല്ലേ, 8b മൈനസ് b എന്ന് വരും. സോ ഇത് എത്ര കിട്ടും? 4a മൈനസ് a, ദാറ്റ് ഈസ് ഈക്വൽ ടു 3a ബൈ 2 പ്ലസ് 8b മൈനസ് b, ദാറ്റ് ഈസ് ഈക്വൽ ടു 7b ബൈ 3 എന്ന് വരും. 7b ബൈ 3. അപ്പൊ 3a ബൈ 2 പ്ലസ് 7b ബൈ 3, ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഇൻ മീറ്റർ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിംഗ് ഇൻ 1 dimension അണ്ടർ ദ ആക്ഷൻ ഓഫ് എ ഫോഴ്സ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടൈം t തന്നിട്ടുണ്ട്. t ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 3. t equal to root x plus 3. The displacement of the particle
വെൻ വെലോസിറ്റി ഈസ് സീറോ. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം വെൻ വെലോസിറ്റി സീറോ. അപ്പൊ ആദ്യം വെലോസിറ്റി സീറോ ആകുമ്പോൾ ഉള്ള ടൈം കണ്ടെത്തുക. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എഴുതാൻ പറ്റണം. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ മക്കളെ, റൂട്ട് എക്സ് ഈക്വൽ ടു ടി മൈനസ് 3. അപ്പൊ ഇതിനെ അങ്ങ് സ്ക്വയർ ചെയ്താൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി മൈനസ് എക്സ് സ്ക്വയർ അല്ല, റൂട്ട് എക്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് അല്ലേ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. എക്സ് കിട്ടി. അപ്പൊ ഇവനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. വി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആണ്. വി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 2 ഇൻറ്റു ഇത് എക്സ് റൈസ് ടു എൻ ഫോർമാറ്റ് അല്ലേ, എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പൊ 2 ഇൻറ്റു ടി മൈനസ് 3 ഇൻറ്റു അകത്തോട്ട് കയറി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ടി ബൈ ഡി ടി അത് 1 ആണ്. അപ്പൊ 2 ഇൻറ്റു ടി മൈനസ് 3 എന്ന് കിട്ടി. വെലോസിറ്റിയും കിട്ടി. ഇനി ചോദിച്ചത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ. Displacement of a particle when its velocity becomes 0. ഈ വാല്യൂ 0 ആവണം. When velocity becomes 0. So 2 into t minus 3 equal to 0. അപ്പൊ ഇത് എത്ര കിട്ടും? 2t minus 6 അല്ലെ 23 6 equal to 0. സോ ഇവിടുന്ന് 2t equal to 6. അപ്പൊ നമുക്ക് t കണ്ടുപിടിക്കാൻ പറ്റും 3 സെക്കൻഡ് എന്ന് t കിട്ടും. ആ സമയത്തെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതിവിടെ കൊണ്ട് കൊടുത്താൽ മതി. അപ്പൊ 3 minus 3. സോ അവിടുന്ന് x എത്ര കിട്ടും? 0 എന്ന് കിട്ടും. 0 എന്ന് കിട്ടും അല്ലേ? യെസ്, ദ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി 0. യെസ്, ഓപ്ഷൻ 2 എടുക്കാൻ പറ്റും. അപ്പൊ മക്കളെ, ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ അടുത്ത് വീഡിയോ ആയിട്ടുണ്ടാവും. അടുത്ത വരാൻ പോകുന്ന ടോപ്പിക്ക് ഗ്രാഫ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഗ്രാഫിന്റെ സ്റ്റഡീസ്, പിന്നെ കൈനമാറ്റിക് ഇക്വേഷൻ, ഫ്രീ ഫോള്, റിലേറ്റീവ് മോഷനോടെ കമ്പൈൻ ചെയ്തായിരിക്കും ഇതിന്റെ പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ക്ലാസ് കാണുക. പാർട്ട് 1 കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പാർട്ട് 2 കാണാൻ ശ്രമിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.